അതിന് ബൈബിൾ വ്യാഖ്യാനത്തിൽ പറഞ്ഞ ദൈവം ഒരുത്തന് ഒരുത്തിയെ കൊടുത്തു, ഒരുത്തിക്ക് ഒരുത്തനെ കൊടുത്തു. അത് ചുരുക്കി പറയേണ്ട വാക്കല്ല, അല്പം നീട്ടി പരത്തി പറയേണ്ട വാക്കാ. ഒരുത്തന് ഒരുത്തി, ഒരുത്തിക്ക് ഒരുത്തനെ എന്നുള്ളത് അല്പം നീട്ടി പറയണം. ഒരു തേന് ഒരു തീയെ കൊടുത്തു, ഒരു തീക്ക് ഒരു തേനെ കൊടുത്തു. കെട്ടിയവൻ തീ പോലെ ചൂടാകുമ്പോൾ പെമ്പർനോത്തി തേൻ പോലെ മയപ്പെടുത്തണം. പെമ്പർനോത്തി തീ പോലെ ആളുമ്പോൾ കെട്ടിയവൻ തേൻ പോലെ മയപ്പെടുത്തണം. ഒരു തേൻ ഒരു തീ, ഒരു തീക്ക് ഒരു തേൻ, അത് ഒരുത്തന് ഒരുത്തി, ഒരുത്തിക്ക് ഒരുത്തൻ എന്ന് പറഞ്ഞു വെച്ചു. ഇങ്ങനെ ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുമ്പം പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ല. ലോകത്ത് എവിടെ ചെന്നാലും പ്രശ്നമുണ്ടല്ലേ. ദാമ്പത്യ ബന്ധത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ കാണുക. എവിടെ പ്രശ്നമില്ലാത്തത്? വർത്തമാനത്തിലും സംസാര ശൈലിയിലും ഒക്കെ ഒത്തിരി പ്രശ്നം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. ഒരു അടുത്തയിടെ ഗൾഫിൽ 2 കഴുതകൾ തമ്മിൽ ഒരു സംഭാഷണം, 2 മുഴുത്ത ആൺ കഴുതകൾ തമ്മിലുള്ള സംഭാഷണം. ഒന്നാമത്തെ കഴുത രണ്ടാമത്തെ കഴുതയോട് ചോദിച്ചേടാ, ചത്താ മതിയെന്നും ആരെങ്കിലും കൊന്നാ മതിയെന്നും ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? കഴുതയെ എന്നുള്ള വിളി കേട്ട് നിനക്ക് ഒരുപാട് മനപ്രയാസം ഉണ്ടായിട്ടില്ലേ? അപ്പം ഈ മറ്റേ കഴുത പറഞ്ഞു, സത്യം പറഞ്ഞാൽ ചങ്ങാതി, 1.5 മാസം മുമ്പ് വരെ ഒന്ന് ചത്താ മതിയെന്നും ആരെങ്കിലും കൊന്നാ മതിയെന്ന് വരുന്ന എൻ്റെ ഓർമ്മ. കാരണം കഴുതയെ എന്നുള്ള വിളി കേട്ട് അപ്പടി മനപ്രയാസമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 1.5 മാസമായിട്ട് ജീവിക്കണം എന്നൊരു പ്രത്യാശ എനിക്ക് ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ? 1.5 മാസം മുമ്പ് 35 വയസ്സുള്ള കുടുംബനാഥനും 30 വയസ്സുള്ള കുടുംബനാഥയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കടിച്ച് ബഹളമായി ചീത്ത വിളിച്ചു. രാത്രി 12:30 ആയപ്പം യുവതിയും സുന്ദരിയുമായ കുടുംബനാഥ കെട്ടിയവനോട് പറയുന്നത് ഞാൻ കേട്ടു, താൻ ഇങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ഞാൻ തന്നെ ഇട്ടേച്ച് വേറെ ഏതെങ്കിലും കഴുതയുടെ കൂടെ ഇറങ്ങിപ്പോകും. ഇനി എൻ്റെ കൂടെ പോന്നാലോ എന്നൊരു പ്രത്യാശ എനിക്കുണ്ട്. ഇനി ചാകണമെന്നുമില്ല, കൊന്നു കിട്ടണമെന്നുമില്ല, ജീവിച്ചാൽ മതി. ഞാനല്ല ഏറ്റവും പരിചയമുള്ള കഴുത, കൂടെ പോന്നാലോ. ഇപ്പൊ കുടുംബത്തിലെ സംസാരത്തില്, പെരുമാറ്റത്തില്, പ്രവൃത്തിയില് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഇതിന്റെ എല്ലാം നടുവിലുള്ള ജീവിത ശൈലിയാ ദാമ്പത്യം എന്നൊക്കെ പറയുക. പ്രശ്നമില്ലാത്ത കുടുംബമുണ്ടോ? ഒരു പിതാവ് 2000 ആണ്ടില് സ്വന്തം രൂപത്തിലെ 20,000 കുടുംബങ്ങളിലേക്ക് ഒരു സർക്കുലർ അയച്ചു. കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായിട്ട് പിണങ്ങാതെ ജീവിച്ച ദമ്പതിമാരുണ്ടെന്നറിയാൻ വേണ്ടി. എവിടെ ചെന്നപ്പോഴും 2 കൊച്ചുതരിയെങ്കിലും പറയാത്ത ഭാര്യാഭർത്താക്കന്മാരെ കണ്ടിട്ടില്ല. അങ്ങനെ തപ്പി ഉൾനാടൻ പ്രദേശത്ത് ചെന്നപ്പോൾ വിവാഹം കഴിഞ്ഞ് നീണ്ട 27 വർഷമായിട്ട് പിണങ്ങാതെ വഴക്കടിക്കാതെ പരിഭവിക്കാതെ കഴിയുന്ന ഒരു ഭർത്താവിനെയും ഭാര്യയും കൊണ്ടു മാതൃകാ ദമ്പതിമാരായി തെരഞ്ഞെടുത്തു. 10,000 രൂപയും പ്രശംസാപത്രവും അവർക്ക് കൊടുക്കാൻ തീരുമാനമായി. രൂപതയുടെ ഒരു മഹാ അസംബ്ലിയിൽ 10,000 പേര് ഒരുമിച്ച് കൂടിയപ്പം വഴക്കടിക്കാത്ത ഭർത്താവിനെയും ഭാര്യയും വേദിയിൽ പ്രത്യേക ഇരിപ്പിടങ്ങളിലിരുത്തി. പിതാവ് ഒപ്പം ഇരുന്നു, ഇടവകയുടെ അച്ഛനും ഇരുന്നു. നാട്ടുകാരെല്ലാം ശ്രദ്ധാപൂർവ്വം ഉറ്റുനോക്കുക. അപ്പം പിതാവ് പറഞ്ഞു, കഴിഞ്ഞ 27 വർഷക്കാലം പിണങ്ങാതെ വഴക്കടിക്കാതെ പരിഭവിക്കാതെ ജീവിച്ച മാതൃകാ ദമ്പതിമാരാണ്. ഇവർക്ക് എങ്ങനെ കഴിഞ്ഞ് 27 വർഷം പിണങ്ങാതെ ജീവിക്കാൻ കഴിഞ്ഞെന്ന് ദമ്പതിമാരായ നിങ്ങളുടെ എല്ലാ അറിവിലേക്കായിട്ട് ഇപ്പോൾ ഒന്ന് ചുരുക്കി പങ്കുവെക്കും. എല്ലാവരും ഇരുന്നു. ഉറ്റുനോക്കിയപ്പം കെട്ടിയവൻ ഏറ്റവും നല്ല മൈക്രോഫോൺ വെച്ച് കൊടുത്തു. അയാൾ മൈക്രോഫോണിന് മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആദ്യ രാത്രിയിൽ ഇവളും ഞാനും കൂടെ തനിച്ച് മണവറയിൽ കിടക്കരയിൽ ഇരുന്നപ്പം ഒരുമിച്ചെടുത്ത തീരുമാനമാണ് കഴിഞ്ഞ 27 വർഷക്കാലം പിണങ്ങാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി തന്നത്. ഞാൻ പറഞ്ഞു, എടി, എനിക്ക് കൺട്രോൾ നഷ്ടപ്പെടുകയും പൊളിച്ച തെറി വിളിക്കാനും അടിവേറ് നോക്കി ചവിട്ട് തരാനും തോന്നിയാൽ ഞാൻ സാവധാനം വാതിൽ തുറന്ന് വരാന്തയിൽ പോയി നിൽക്കും. നീ ഭദ്രമായിട്ട് മുറി കൊളുത്തിട്ട് പൂട്ടിയിട്ട് സാക്ഷായിട്ട് മുറുകിയാക്കണം. ഞാൻ വരാന്തയിൽ നിൽക്കും. എപ്പോൾ കൺട്രോൾ വീണ്ടും കിട്ടി മര്യാദയ്ക്ക് വർത്താനം പറയാൻ തോന്നുമോ ഡോറെ മുട്ടും വാതിലെ തട്ടും, അപ്പം നീ തുറന്ന് തന്നേക്കണം. കഴിഞ്ഞ 27 വർഷം പ്രിയപ്പെട്ടവരെ പിണക്കവും വെറുപ്പും വന്നും വരാന്തയിൽ പോയി നിന്നു. സ്നേഹം തോന്നിയപ്പം അകത്തോട്ട് കയറി. എന്തിനു വേണ്ടിയേ 10,000 രൂപയും പ്രശംസാപത്രവും മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ വീടിന്റെ വരാന്തയിൽ തന്നെ നിൽക്കുകയായിരുന്നു, അകത്തോട്ട് കയറിയിട്ടില്ല. അപ്പൊ എവിടെ ചെന്നാലും പ്രശ്നമുണ്ട്. കുടുംബത്തിൽ പ്രശ്നമുണ്ട്, ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത കുടുംബമുണ്ടെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. അപ്പം ദൈവം ദമ്പതിമാരെ ഒരുമിപ്പിച്ച് ചേർക്കുന്നു ഒരു പ്രത്യേക കൃപയിലൊക്കെ ആയിട്ട്. അങ്ങനെ ഒരുമിപ്പിച്ച് ചേർക്കുമ്പം ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട് ദാമ്പത്യ ബന്ധത്തില്. അനാദി മുതലേ ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയെ കൊടുക്കുകയും ആദ്യ സ്ത്രീക്ക് ആദ്യ പുരുഷനെ കൊടുക്കുകയും ചെയ്ത വിവാഹ ജീവിതം ഒരാകസ്മിക സംഭവമല്ല. ദൈവത്തിന് അനാദി പദ്ധതിയുടെ ഭാഗമാണ്. എനിക്ക് ഏൽപ്പിച്ച ഭർത്താവ് തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗം, എനിക്ക് ഏൽപ്പിച്ച ഭാര്യ ദൈവത്തിന്റെ വിശദീകരണത്തിന്റെ ഭാഗം. അങ്ങനെ തമ്പുരാൻ ഏൽപ്പിച്ചതാണ് ദാമ്പത്യ ബന്ധം എന്ന് പറയുക. അതുകൊണ്ടാണ് സഭ ഈ വിവാഹമെന്ന കൂദാശയെ ഇത്ര ശ്രേഷ്ഠമായി കാണുന്നത് കൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കർമ്മങ്ങൾ സഭാമാതാവ് ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് നമ്മൾ കാണുന്നുണ്ട് സഭയുടെ ക്രമീകരണങ്ങൾ. പരസ്പരം മോതിരം അണിയിക്കുന്നു, പരസ്പരം ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു, താലി കെട്ടുന്നു, മന്ത്രകോടി പതപ്പിക്കുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ അമ്മായിയമ്മ മരുമാട് തെറ്റി കുരിശ് വരച്ചിട്ട് കുരിശും കൊന്തയും കൂടെ പിടിപ്പിക്കുന്നു. ജ്ഞാനായ സമുദായത്തിലാണെങ്കിൽ നടവിളിയുണ്ട്, കച്ചതട്ടുകലുണ്ട്. ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് സഭാ പാരമ്പര്യത്തിൽ. എന്താണ് ഈ നടവിളി എന്ന് പറയുക? നടവിളി എന്നൊക്കെ പറയുന്നത് ജ്ഞാനായ സമുദായത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എന്താണ് ഈ നടവിളി?
ഭർത്താവും ഭാര്യയും കൂടെ, നവവരനും വധുവും കൂടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് ഒരു ജനത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്, ദൈവമായ കർത്താവേ, പുരുഷനും സ്ത്രീയും കൂടെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. ഇവർ കടന്നു പോകുന്ന വഴികളിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, പ്രതിബന്ധമുണ്ടെങ്കിൽ അതെല്ലാം മാറി മാറി പോകട്ടെ. എല്ലാ തടസ്സങ്ങളും പൈശാചിക ശക്തികളും ഇവരുടെ മുമ്പിൽ നിന്നും നട നട നട. എന്നിട്ട് ഇവർക്ക് നല്ല വഴി ഒരുക്കി കൊടുക്കുക. ഒരു സമുദായത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥന. വീണ്ടും കച്ചതഴുകൽ. എന്താ കച്ചതഴുകൽ? ഉൽപ്പത്തി 21-ാം അധ്യായത്തിൽ പൂർവ്വപിതാവായ ഇസഹാക്ക് സ്വന്തം മോനെ, പൂർവ്വപിതാവായ അബ്രാഹാം സ്വന്തം മകൻ ഇസഹാക്കിന് ഒരു മോനെ കിട്ടാൻ ഒരു ജീവിത പങ്കാളി കിട്ടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ദാസന്മാരെ പറഞ്ഞയച്ചു, എൻ്റെ മോന് ഒത്ത പെണ്ണിനെ നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് പറഞ്ഞു, സ്വന്തം രക്തബന്ധത്തിനും ഗോത്രത്തിനും പുറത്തുനിന്നൊന്നിനെ വേണ്ട, സ്വന്തം ഗോത്രത്തിലും രക്തബന്ധത്തിലും പെട്ടതിനെ മതി. ആ വാക്ക് നീ ഒരിക്കലും തെറ്റിച്ചേക്കരുത്. അങ്ങനെ തെറ്റിക്കരുതെന്ന് പറഞ്ഞ ദാസന്മാരെ കൊണ്ട് 2 തുടകൾക്കിടയിൽ അവരുടെ കൈ വെപ്പിച്ചിട്ട് തുടയെല്ലിൽ 3 പ്രാവശ്യം തട്ടിച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തു, സ്വന്തം ഗോത്രത്തിനും രക്തബന്ധത്തിനും പുറത്തുനിന്ന് ഒരു പെണ്ണിനെ എൻ്റെ മോന് സ്വീകരിക്കുകയില്ല. ഇന്നും ഒരേ എത്നിക് ഗ്രൂപ്പിലെ ഒരേ സമുദായത്തിൽ നിന്നും ജീവിത പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ അന്ന് അബ്രഹാം ദാസന്മാരെ കൊണ്ട് എടുപ്പിച്ച പ്രതിജ്ഞയുടെ ഓർമ്മയ്ക്കായിട്ട് കച്ചതഴികളിലൂടെ തുടയെല്ലിൽ തട്ടിക്കൊണ്ട് ഒരു പാരമ്പര്യം തുടരുന്നു. ഇതിനൊക്കെ പരിശുദ്ധമായ സഭാ പാരമ്പര്യങ്ങളും ചരിത്രങ്ങളുമുണ്ട്. ഓരോ സമുദായത്തിൻ്റെയും വിവാഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും സകല സഭകളിലും കാണുന്ന രീതിയാണ് മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുന്നു. എന്താ മോതിരം അണിയിക്കുക? പുരുഷൻ അവൻ്റെ പേരെഴുതിയ മോതിരം അവിടെ വിരലിൽ ഞെക്കി കയറ്റുമ്പം, അവൾ അവിടെ പേരെഴുതിയ മോതിരം ഇവൻ്റെ വിരലിൽ അമക്കി കയറ്റുമ്പം ഈ 2 പേരും കൂടെ പറയുന്നത് എന്താ? ഈ നിമിഷം വരെ 2 മോതിരം പോലെ നമ്മൾ 2 ശരീരമായിരുന്നു, 2 മനസ്സായിരുന്നു, 2 കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ എൻ്റെ മോതിരം നിന്റെ വിരലിൽ ആഴ്ന്നിറങ്ങുന്ന ഈ സമയം മുതൽ എൻ്റെ ശരീരം നിന്റെ ശരീരത്തിലോട്ടും, എൻ്റെ മനസ്സ് നിന്റെ മനസ്സിലോട്ടും, എൻ്റെ കുടുംബം നിന്റെ കുടുംബത്തിലോട്ടും ഇതാ പരസ്പരം ആഴ്ന്നിറങ്ങുന്നു. ഇനിമേൽ നമ്മൾ 2 അല്ല 1 ആണ്. ഇതാണ് മോതിരം മാറിക്കൊണ്ട് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിച്ചുകൊണ്ട്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ സ്ത്രീ പുരുഷന്മാർക്ക് നല്ല ഉറപ്പാണ്, 2 അല്ല 1 ആണ്. നമ്മുടെ നാട്ടിൽ കാണാം, ബസ്സിന്റെ മുൻ സീറ്റിൽ ഭർത്താവും ഭാര്യയും കൂടെ മുട്ടിത്തട്ടി ഒട്ടി ഒരുമി യാത്ര ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പം കണ്ടക്ടർ വന്നിട്ട് പറയും, ടിക്കറ്റ് ടിക്കറ്റ്. ഉടനെ കെട്ടിയാൻ പറയും, പൊന്ന് കണ്ടക്ടറെ ഒരു ടിക്കറ്റ്. കണ്ടക്ടർ ചോദിക്കും, അതെങ്ങനെയാ ശരിയാകുന്നത്? നിങ്ങൾ 2 പേരില്ലേ? ഭാര്യയ്ക്ക് തന്നെ ഇനിയും 4 വയസ്സ് പൂർത്തിയായിട്ടില്ലേ? അവൻ പറയും, പൊന്ന് കണ്ടക്ടറെ, ഇയാൾക്ക് ഞങ്ങളെ 2 ആയിട്ട് തോന്നിയാലും ഞങ്ങളെ കെട്ടിച്ച അച്ഛൻ സത്യമായും പറഞ്ഞായിരുന്നു, ഇനിമേൽ നിങ്ങൾ 2 അല്ല 1 ആകുന്നു, ഈ ഒറ്റ ടിക്കറ്റ്. ഇപ്പം മോതിരം മാറിക്കൊണ്ട് പറയുന്നത് ഇനിമേൽ 2 അല്ല 1 ആണ്. ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണ്. നമ്മുടെ മുമ്പിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, മെഴുകുതിരി. ഒരു കാലത്ത് തിരി ഒന്ന്, മെഴുക് മറ്റൊന്നായിരുന്നു. അങ്ങനെ ആയിരുന്ന കാലഘട്ടത്തിൽ ഈ നൂലിന്റെ തിരി എവിടെ ഇരുന്ന് കത്തിയാലും മെഴുകിനെ ബാധിക്കുകയില്ല, മെഴുക് എവിടെ ഇരുന്നാലും തിരിയെയും ബാധിക്കുകയില്ല. പക്ഷെ പിന്നീട് കത്തിയ തിരിയും ഉരുകിയ മെഴുകും കൂടി ഒരുമിച്ച് മെഴുകുതിരിയായി. മെഴുകുതിരി ആയപ്പോഴോ തിരി കത്തിയാൽ മെഴുകുരുകും, മെഴുകുരുകിയാൽ തിരി കത്തും. ഇതാണ് കുടുംബജീവിതം. കല്യാണത്തിന് മുമ്പ് ജോണിയും ലിസിയും മെഴുകും തിരിയും പോലെ 2 ആൾക്കാർ. ലിസിക്ക് എന്നാ പറ്റിയാലും ജോണിയെ ബാധിക്കുകയില്ല, ജോണിക്ക് എന്നാ പറ്റിയാലും ലിസിയെയും ബാധിക്കുകയില്ല. കല്യാണം കഴിഞ്ഞപ്പോഴോ ജോണിയും ലിസിയും കൂടെ മെഴുകുതിരിയായി. ലിസി കത്തിയാൽ ജോണി ഉരുകും, ജോണി ഉരുകിയാൽ ലിസി കത്തും. ഇതാണ് ഇനിമേ 2 അല്ല 1 ആണ്. മോതിരം മാറിക്കൊണ്ട് പറയുന്നത് ഇതാണ്, ഇനിമേ 2 അല്ല 1, ഏക മനസ്സ്, ഏകാത്മാവ്, ഏക ശരീരം. ഈ ഒരു കാഴ്ചപ്പാടാണ്. ഞാനിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് എൻ്റെ കാലയിൽ ഒരു നാരകത്തിൻ്റെ മുള്ളുണ്ട്. ഈ മുള്ളു കൊണ്ടപ്പോഴത്തേക്ക് കൈ കെട്ടിയെന്നുകൊണ്ട് പറയാം, ലോകം മുഴുവൻ പോകുന്ന കാലല്ലേ, കൊള്ളട്ടെ, അങ്ങനെ കൊള്ളട്ടെ. മുള്ളു മാത്രമല്ല, മുള്ളാണിയും കുത്തി കീറട്ടെ. കാലയിൽ മുള്ളു കണ്ടാൽ കൈ ഓടിച്ചെല്ലും, മുള്ളു വലിച്ചൂരും, മരുന്ന് വെച്ച് കെട്ടും. ഇതാണ് കൈയും കാലും തമ്മിലുള്ള ബന്ധം. ഭർത്താവും ഭാര്യയും ദേഹത്തിന്റെ അവയവങ്ങൾ പോലെ. ഭർത്താവിനൊരു മനപ്രയാസം ഉണ്ടാകുമ്പോൾ ഭാര്യ പറഞ്ഞേക്കല്ലേ, കല്യാണം കഴിച്ച നാൾ മുതൽ എന്നെ നീറ്റിയ മനുഷ്യ, തന്നെ നാറ്റാനുള്ള സമയം ഇതാ വന്നിരിക്കുന്നു, അനുഭവിക്കുക. എങ്ങനെ അനുഭവിക്കുക? പറയാൻ പറ്റിയല്ല. ഭാര്യയോട് ഭർത്താവിനെ, ഭർത്താവിനോട് ഭാര്യയോട് പറയാൻ പറ്റിയല്ല. കാരണം മെഴുകും തിരിയുമാണ്. ഇനിമേ 2 അല്ല 1 ആണ്. അപ്പോൾ മോതിരം മാറിക്കൊണ്ട് പറയുന്നതാ. 2ാമത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. കല്യാണത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. ഒരു വീട്ടിൽ അപ്പനും അമ്മയും കൂടി എന്നും കൂട്ടയടിയാണ്. ആ വീട്ടിലെ 10 വയസ്സുള്ള മോൻ 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്നു. ഇപ്പം ക്ലാസ്സിലെ അധ്യാപകൻ ചോദിച്ചു, മക്കളെ, നിന്റെയൊക്കെ അപ്പനും അമ്മയും കല്യാണത്തിൻ്റെ അന്ന് പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തല്ലോ, അതെന്നെ അതിന് വേണ്ടിയാണ്. അവൻ പറഞ്ഞു, പൊന്നു സാറേ, എപ്പോഴെല്ലാം ഫയൽമാന്മാർ ഗുസ്തി തുടങ്ങും അതിന് മുമ്പ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പതിവുണ്ട്. എൻ്റെ അമ്മയും അപ്പനും കൂടെ പിടിക്കാൻ തുടങ്ങിയ ഗുസ്തിയുടെ 1ാമത്തെ അടയാളമാണ് പള്ളി വെച്ച് കൊടുത്ത ഷെയ്ക്ക് ഹാൻഡ്. അവിടെ റെഫറി വിസിൽ പോകുന്നതിന് പകരം വികാരിയച്ഛൻ ആനാമ്പള്ളപ്പാത്രം തിരി തളിച്ചെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് ഗുസ്തി പിടിക്കാൻ വേണ്ടിയിട്ടല്ല, പരസ്പരം സ്വസ്തി പറയാൻ വേണ്ടിയിട്ടാണ്. പുരുഷന് സ്ത്രീക്ക് കൈ കൊടുത്തുകൊണ്ട് പറയുക, മോളെ, എൻ്റെ ജീവിതത്തിലേക്ക് നിനക്ക് ഹൃദ്യമായ സ്വാഗതം. അവൾ പറയുന്നു, ഇങ്ങേർക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അവൻ പറയുക, പൊന്നു മോളെ, ഇന്ന് വരെ നിന്റെ പേരിൻ്റെ കൂടെ നിന്റെ അപ്പൻ്റെ പേര് നീ വാലായിട്ട് എഴുതി,
എന്നാൽ ഇന്നു മുതൽ ആ വാല് മുറിച്ചിട്ട് എൻ്റെ പേര് അങ്കവാല് പോലെ നിന്റെ കൂടെ കൂട്ടിച്ചേർക്കണം. എൻ്റെ അഡ്രസ് നിന്റെ അഡ്രസ്, എൻ്റെ അപ്പൻ നിന്റെ അപ്പൻ, നിന്റെ അമ്മ എൻ്റെ അമ്മ, അത്രയും നമ്മൾ ചേരുക. അതാണ് ക്ഷയിക്കാൻ. 3, താലികെട്ട്. നിങ്ങളൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കർമ്മമായതൊക്കെ അർത്ഥവിധ. എന്താണ് താലികെട്ട്? താലികെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഭാരതത്തിൽ വിവാഹം നടന്നെന്ന് നിശ്ചയിക്കുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ താലിയുടെ വെളിച്ചത്തിലാണ്. ഞാൻ ഒന്നാം ദിവസം സൂചിപ്പിച്ചതുപോലെ യഹൂദ താലി വട്ടക്കാശ് രൂപത്തിന്റെ ഷേപ്പ്, ഹിന്ദുക്കളുടെ താലി ആലലയുടെ ഷേപ്പ്. കാരണം ഹൈന്ദവ ദർശനത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ മരമാണ് ആല്. കുടുംബജീവിതം അനുഗ്രഹപ്രദമാകാൻ വേണ്ടി ഭഗവാന്റെ മരമായ ആലിന്റെ ഇലയുടെ ഷേപ്പിൽ വീതി കൂടിയ താലി. കത്തോലിക്ക പെണ്ണുങ്ങളുടെ കഴുത്തേലെ താലി അഗ്നിനാളം മിന്ന്. കാരണം പന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവ് തീനാളത്തിന്റെ രൂപത്തിൽ വന്നു. അപ്പോൾ പല ഭാഷയെ പറഞ്ഞിട്ടും ഒരേ ഭാഷയെ മനസ്സിലായി. ദാമ്പത്യ ബന്ധം പല ഭാഷയല്ലേ? 65 വയസ്സുള്ള അമ്മായിയപ്പൻ്റെ ഭാഷ, 60 വയസ്സുള്ള അമ്മായിയമ്മയുടെ ഭാഷ, 30 വയസ്സുള്ള കെട്ടിയവൻ്റെ ഭാഷ, 20 വയസ്സുള്ള ഭാര്യയുടെ ഭാഷ, 16 വയസ്സുള്ള നാത്തൂൻ്റെ ഭാഷ, 5 വയസ്സുള്ള കൊച്ചിൻ്റെ ഭാഷ. എന്തേറെ ഭാഷയാണ് കുടുംബത്തിൽ? അത് പരസ്പരധാരണയോടെ ജീവിക്കണമെങ്കിൽ ആത്മാവിന് നിറവ് വേണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ തീജ്വാലയുടെ രൂപത്തിൽ കഴുത്തി താലി കെട്ടുന്നു. അതുകൊണ്ട് ഈ താലികെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ എത്ര ധൈര്യമുള്ള മനുഷ്യനാണെങ്കിലും ശരി, ഏത് പട്ടാളക്കാരനാണെങ്കിലും ശരി, 2ാം ലോകമഹായുദ്ധം നയിച്ചവനാണെങ്കിലും കാർഗിൽ യുദ്ധം ജയിച്ചവനാണെങ്കിലും ശരി, തോക്ക് പിടിക്കും വിറയ്ക്കാത്ത കൈ. പട്ടാളക്കാരൻ്റെ കൈ പോലും താലി പിടിക്കുമ്പം വിറയ്ക്കും. കാരണം അവനറിയാം 2ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്ന 3ാം ലോകമഹായുദ്ധം അവൻ്റെ ശക്തിക്ക് അപ്പുറമാണ്. എങ്ങനെ വിറയ്ക്കാതിരിക്കും? ഞാൻ അച്ഛനായി കഴിഞ്ഞ് അധികം താമസിയാതെ എൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മകനെ കെട്ടിച്ചു. ഇന്ത്യൻ പട്ടാളത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ, പഞ്ചാബ് സെക്ഷനിൽ ജോലി, ആറടിപ്പൊക്കം, ആചാനബാബു, കപ്പടാമീശ, ഒത്തവണ്ണം മുഴുത്ത മനുഷ്യൻ. ഇവൻ കെട്ടിയ പെണ്ണോ ഡൽഹി പോലീസിൽ സർക്കിൾ ഇൻസ്പെക്ടർ പദവിയിലുള്ള 5 അടി പൊക്കക്കാരി. അപ്പം ഇന്ത്യൻ പട്ടാളക്കാരും വനിതാ സർക്കിളിനാണ് കിട്ടുന്നതെന്ന് ഓർക്കണം. ഞാൻ നോക്കുമ്പോൾ ഉണ്ട്, ഭീകരന്മാരെ തോക്കിൻ കൊള്ളി നിർത്തി കെലികലാ വിറപ്പിച്ച് അവൻ ഇവിടെ പുറയിൽ നിന്ന് കാറ്റത്ത് കരികല പോലെ വിറയ്ക്കുന്നു. ചൊടി വരളുന്നു, മൂക്ക് ചാമ്പങ്ങ പോലെ ചുമക്കുന്നു, ഞൊട്ടുന്നു, ഞൊണയുന്നു, നക്കുന്നു, നനയ്ക്കുന്നു, കർച്ചീപ്പെടുത്ത് തുടയ്ക്കുന്നു, വെപ്രാളം, കോപ്രായം, എന്തെല്ലാം കാണിക്കുക. അവസാനം നോക്കുമ്പോഴുണ്ട്, കൈ വിറച്ച് 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 പെടലിയുടെ പുറകെ കൊണ്ട് കെട്ടേണ്ട ചരട് ഏറെക്കുറെ തലയുടെ ഈ ഭാഗത്തുകൊണ്ട് കെട്ടിവെച്ചു. സഹതാപം എനിക്ക് പറയാൻ തോന്നി, പൊട്ടാ നിനക്ക് ഇത്രയ്ക്കും ധൈര്യമില്ലേ, നീ മാറി നിൽക്കടാ, ഞാൻ കെട്ടിത്തരാൻ പറയാൻ പറ്റുമോ? പ്രശ്നം അതിനേക്കാൾ ഗുരുതരം. ഇവളാണെങ്കിൽ ലാത്തി ചുഴറ്റി വീശി അടിച്ച് ഒതുക്കി നടന്ന ആളാ. പക്ഷെ ലാത്തിയുടെ നാരിന്റെ പകുതിയുടെ പകുതി കട്ടിയില്ലാത്ത ഒരു കൊച്ചു മോതിരം ഇവന്റെ വിരളെ തിരികെ കയറ്റുമ്പം കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പുടി ആടുന്ന പോലെ ഇവിടെ കൈ കിടന്ന് മൊത്തം വിറയ്ക്കുന്നു. എന്തിനാടി വിറയ്ക്കുന്നത്? ധൈര്യമായിട്ട് തിരികെ കയറ്റടി മോതിരമെന്ന് അച്ഛന് പറയാൻ പറ്റൂ? വെപ്രാളത്തിനും വേവലാതിക്കിടയിൽ അവിടെ കയ്യങ്കാനും തെന്നി മാറി മോതിരം എൻ്റെ വിരലെ കുത്തി കയറ്റിയാൽ പ്രശ്നം അതിനേക്കാൾ ഗുരുതരമാണ്. ഇനി ഈ താലിക്കൊരു പ്രത്യേകതയാണ്. എന്താണ് ഈ താലിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരു വശത്ത് തീനാളം പോലെ തീജ്വാല, മറുവശത്തോ ഒരു കുരിശു കൊണ്ട് ഓർത്തോണം. ചെളിയും ഒക്കെ പിടിച്ച് ഇങ്ങനെ മങ്ങിക്കിടക്കുന്ന താലിയാണോ കഴുകി നോക്കണം. അതിന് ഒരു വശത്ത് താലി, മറുവശത്തൊരു കുരിശുണ്ട്. ആ കുരിശ് വെറുതെ വരച്ചു വെച്ചിരിക്കുകയല്ല, അതിന് എണ്ണമുണ്ട്. മുട്ടുസൂചി മൊന പോലെ, കൊച്ചു കടുക് പോലെ കുത്തിട്ടിരിക്കുന്നതാണ് നിങ്ങളുടെ താലിയല്ലേ കുരിശ്. ഇപ്പോഴാരും പൊക്കി പിടിച്ച് നോക്കണ്ട, വീട്ടിൽ ചെന്ന് സമാധാനത്തോടെ നോക്കുക. അതിൽ എണ്ണമുണ്ട്. ചിലതിൽ 3 കുത്തുകൾ, ചിലതിൽ 4, ചിലതിൽ 5, ചിലതിൽ 7, ചിലതിൽ 9, ചിലതിൽ 10, ചിലതിൽ 12, ചിലതിൽ 13, ചിലതിൽ 15, ചിലതിൽ 21, ചിലതിൽ 40, ചിലതിൽ 41. നിങ്ങൾ എത്ര കൂട്ടിയാലും ഗുണിച്ചാലും ഹരിച്ചാലും 3നും 41നും ഇടയിലുള്ള കുത്തുകൾ കൊണ്ടാണ് താലിയിലെ കുരിശ്. അതിന് സഭാവിജ്ഞാനീയത്തിൽ അതിന് കണക്കുണ്ട്. 3 ദൈവീക പൂർണ്ണത, ത്രിത്വം. 4 4 ദിക്കുകൾ, 5 5 അപ്പം, 7 7 കൂദാശകൾ, 9 3ന്റെ ഗുണിതം, 10 മലയാളിയുടെ പൂർണ്ണതയാണ് ദശാസന്ധി, 10 വർഷം. നമുക്ക് 10നെ മറക്കാൻ പറ്റിയല്ല മലയാളി. എവിടെ ചെന്നാലും അവൻ്റെ നാക്കിൽ വരുന്ന ഒന്നാമത്തെ വാക്കാ 10. 10 കൂട്ടിയേ പറയത്തുള്ളൂ. 8 രൂപ ആയാലും പറയും 8 10 രൂപ ആയി. 50 ആണെങ്കിലും 19 രൂപ. 250 ആണെങ്കിലും 10 250 രൂപ ആയി. 5000 ആണെങ്കിലും 10,000 രൂപ. 50,000 ആണെങ്കിലും 19,000 രൂപ ആയി. ഈ 10 കുത്താതെ മലയാളിക്ക് ചാടാൻ പറ്റിയല്ല. അതുകൊണ്ട് 10 ഒരു പൂർണ്ണതയാണ് സൂചിപ്പിക്കുക. 12 യേശുവിൻ്റെ 12ാം വയസ്സ്, ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാര്, യാക്കോബിന്റെ 12 ഗോത്രങ്ങൾ. 13 ഈശോയും ശിഷ്യന്മാരും കൂടിയ സംഖ്യ. 15 5 അപ്പത്തെ ത്രിത്വം കൊണ്ട് ഗുണിച്ചത് 3 15. 21 7 കൂദാശകളെ ത്രിത്വം കൊണ്ട് ഗുണിച്ചത് 7 3 21. 40 വേദപുസ്തകത്തിലെ പുണ്യസംഖ്യ. 40 വർഷം മരുഭൂമി യാത്ര,
40 നാൾ പ്രളയം, 40 ദിവസം ഉപവാസം, 41 സ്വർഗാരോഹണത്തിന്റെ കണക്ക്, മരണത്തിന്റെ മന്ത്രാചാത്തമൊക്കെ നടത്തുന്ന 41. ഈ 3-നും 41-നും ഇടയിലുള്ള കുത്തുകൾ കൊണ്ട് മെനഞ്ഞെടുത്ത കുരിശ്, മറുവശത്ത് സ്നേഹത്തിന്റെ താലി, ത്യാഗത്തിന്റെ കുരിശ്. സ്നേഹവും ത്യാഗവും കോർത്തിണക്കിയത് ദാമ്പത്യം. താലി കെട്ടി കഴിയുമ്പം മന്ത്രകോടി പതപ്പിക്കുന്നു. എന്തായാലും മന്ത്രകോടി പൊന്നുമോളെ ഓർക്കാപ്പുറത്ത് ഡിപ്രഷൻ, തൂളമേട, ചാറ്റമേട, പനി പിടിക്കാതിരിക്കാൻ ഒരു ടർക്കി ടവലിട്ട് പുതപ്പിക്കുന്നതാണോ ഈ മന്ത്രകോടി? മന്ത്രകോടി പുതപ്പിക്കുന്നതിന്റെ അർത്ഥം ഇതാ, മോളെ നീ ആദ്യ കുർബാന സ്വീകരിച്ചപ്പം നിന്റെ സംരക്ഷണം നിന്റെ അപ്പൻ്റെ കയ്യിലായിരുന്നു. അന്ന് നിന്റെ അപ്പൻ നിന്റെ തലയിൽ ഒരു നെറ്റിട്ട് തന്നു. എന്നാൽ ഇന്ന് നിന്റെ അപ്പൻ്റെ കയ്യിൽ നിന്നും നിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുന്നു. മന്ത്രകോടി പുതപ്പിച്ചുകൊണ്ട് പറയുന്നതിന്റെ അർത്ഥം ഇതാ, മോളെ നിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അതാണ് മന്ത്രകോടി പുതപ്പിക്കുക. ഇത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം അമ്മായിയമ്മ മരുമകളുടെ നെറ്റി കുരിശ് വരച്ചിട്ട് കുരിശും കൊന്തയും കൂടെ പിടിപ്പിക്കും. അതിന്റെ അർത്ഥം എന്താ നമുക്ക് അന്ന് പിടികിട്ടിയാൽ കുറെ നാൾ കഴിയുമ്പം തോന്നും നമുക്ക് മിക്കവാറും അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും, പൊന്നുമോളെ ഇന്നു മുതൽ ഞാൻ നിനക്ക് കുരിശ്, നീ എനിക്ക് കുരിശ്, മുറുകെ പിടിച്ചോട് ഈ കുരിശും കൊന്തയും കൂടെ. ഈ കുരിശും കൊന്തയും പിടിപ്പിച്ചിട്ട് അമ്മായിയമ്മ മരുമകളോട് പറയുന്നത് എന്താ, മോളെ ഈ വീടിന്റെ പ്രാർത്ഥനാ പാരമ്പര്യം ഇനി നീ തുടരണം. ഒരു ബാറ്റൺ കൈമാറ്റമാണ് കൊന്തയും കുരിശ്. പൊന്നുമോളെ ഇന്ന് വരെ ഈ വീടിന്റെ പ്രാർത്ഥനാ മുറിയിൽ കുടുംബ പ്രാർത്ഥന നയിച്ച പഴയ പുരോഹിത ഞാനായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഈ വീടിന്റെ പ്രാർത്ഥനാ മുറിയിൽ കുടുംബ പ്രാർത്ഥന നയിക്കേണ്ട പുതിയ പുരോഹിത നീയാണ്. അതുകൊണ്ട് പഴയ പുരോഹിതയായ ഞാൻ പ്രാർത്ഥനയുടെ ആയുധമായ കുരിശും കൊണ്ട് നിന്നെ ഏൽപ്പിക്കുന്നു. ഈ വീടിന്റെ പ്രാർത്ഥനാ പാരമ്പര്യം അണമുറിയാതെ അനുസ്യൂതം അവസാനം വരെ അവികലമായി തുടരുക. അങ്ങനെ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനാ പാരമ്പര്യത്തിന്റെ അതിവിശുദ്ധവും വിശിഷ്ടവുമായ കൈമാറ്റമാണ് ഈ കൊന്തയും കുരിശും കൊടുക്കുന്ന രീതി. ഇത്രയും വിശിഷ്ടമായിട്ടും വിശുദ്ധമായിട്ടും സഭാ വിവാഹമെന്ന കൂദാശയെ കണ്ടെത്തുമ്പോൾ ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറഞ്ഞ വാക്ക് ഒന്ന് ധ്യാന വിഷയമാക്കാം. ഉൽപ്പത്തി 2:23 തിരുവചനം. സൃഷ്ടികർമ്മത്തിൽ ആദ്യത്തെ ദാമ്പത്യ ബന്ധത്തിന്റെ വ്യാഖ്യാനം കൊടുക്കുന്നത് അവിടെയാണ്. ബൈബിളിൽ കുടുംബ ജീവിതത്തിന്റെ ഒന്നാമത്തെ വ്യാഖ്യാനം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിലാണ് നമ്മൾ കണ്ടെത്തുക. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടുമെന്നറിയുവാൻ അവിടുന്ന് അവയെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്തതിനു ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് ഒരു സ്ത്രീക്ക് ജന്മം കൊടുത്തു. അപ്പോൾ അവളെ നോക്കി അവൻ പറഞ്ഞു, ഒടുവിലിതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ആദ്യ പുരുഷൻ ആദ്യ സ്ത്രീയോട് പറയുന്ന വാക്കാണ് ഉൽപ്പത്തി 2:23. എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. എന്റെ അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം. ഇതിന് ക്രൈസ്തവ സഭകളുടെ വിവാഹ വിജ്ഞാനീയത്തിൽ 7 വിശദീകരണങ്ങളാണ് കൊടുത്തിരിക്കുക. അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം എന്നതിന് വേദപുസ്തകത്തിന്റെ തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷനിൽ ദൈവശാസ്ത്ര വ്യാഖ്യാനത്തിൽ പട്ടത്വ സഭകൾ, അതായത് കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, ബാബ കക്ഷി, ആംഗ്ലിക്കൻ സഭ, മർത്തോമാ സഭ, ഇതാണ് പൗരോഹിത്യമുള്ള സഭകൾ. ഈ പൗരോഹിത്യമുള്ള സഭകൾ 7 വിശദീകരണങ്ങളാണ് ഈ ഒറ്റ വചനത്തിന് കൊടുത്തിരിക്കുക. അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം. അതിന്റെ 1-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് പരസ്പരം ആപത്തിൽ ആലംബം എന്നാണ്. ആപത്തിൽ ആലംബം. ആപത്തിൽ ആലംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഭർത്താവിന്റെ രോഗത്തിൽ നിഴലുപോലെ കൂടെയിരിക്കുക ഭാര്യ, ഭാര്യയുടെ രോഗത്തിൽ നിഴലുപോലെ ഭർത്താവ് കൂടെയിരിക്കുക, ഭർത്താവിന്റെ മനപ്രയാസത്തിൽ ഭാര്യ ആശ്വസിപ്പിക്കുക, ഭാര്യയുടെ മനപ്രയാസത്തിൽ ഭർത്താവ് ആശ്വസിപ്പിക്കുക. വൈകാരിക തലത്തിലും ആത്മീയ തലത്തിലും ശാരീരിക തലത്തിലും എപ്പോഴും കൂടെ ചേർന്ന് നിൽക്കുക. ഇതാണ് ആപത്തിൽ ആലംബം എന്നതിന്റെ അർത്ഥം. ഭർത്താവിന്റെ മനപ്രയാസത്തിൽ, ശാരീരിക രോഗത്തിൽ, ആധ്യാത്മിക തകർച്ചയിൽ ഭാര്യ കൂടെ നിൽക്കണം. ഭാര്യയുടെ ിടയിൽ ഒരു തരംഗമുണ്ടല്ലോ. ചില ആൾക്കാരെ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുമ്പം ഒരു ടെലിഫോൺ വരുന്നു.
ഒത്തിരി ഇഷ്ടത്തോടെ ഓർക്കുമ്പോൾ പെട്ടെന്ന് ഒരു വ്യക്തി നമ്മളെ സന്ദർശിക്കുന്നു, ഒരു കത്ത് വരുന്നു. ഇതിന് ചില ആൾക്കാർ പറയും ടെലപ്പതി. ഈ ടെലപ്പതി എന്നൊക്കെ വിളിക്കുന്നത് പേരറിയത്തില്ലാത്ത വികാരത്തിന് പേരിടാൻ മനുഷ്യരും എടുക്കലാണ്. അതുകൊണ്ട് ഇട്ടുപോകുന്ന വേറൊന്നേ ഉള്ളൂ. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു തലവേദനയോ പനിയോ വന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ അമ്മയുടെ കത്ത് എനിക്ക് കിട്ടുമായിരുന്നു, മോനെ നിനക്ക് ക്ഷീണം വല്ലമായിരുന്നു, എനിക്ക് വല്ലാത്തൊരു തലവേദനയും പനിയും. 100 മൈൽ ദൂരെ കാരിത്താസ് ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ തലവേദനയും പനിയും 100 മൈൽ ദൂരെ ഇരിക്കുന്ന അമ്മയ്ക്ക് ആ സമയത്ത് സെൻസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ദമ്പതികൾക്കിടയിലും സംഭവിക്കും. അമേരിക്കയിലെ ഭർത്താവിന് ഇവിടെ ഒരു തലവേദന ഉണ്ടാകുമ്പം കോട്ടയത്തിരിക്കുന്ന ഭാര്യയ്ക്ക് അതേസമയം ഒരു തലവേദന. മസ്കറ്റിലെ ഭാര്യയ്ക്ക് ഒരു നെഞ്ചുവേദന ഉണ്ടായാൽ പാലായിലെ കെട്ടിയവൻ അതേ സമയത്ത് നെഞ്ചത്തൊരു വേദന. ഇതൊരു സ്നേഹത്തിൻ്റെ തരംഗമാണ്. രാജീവ് ഗാന്ധി സ്ത്രീ പെരുമ്പത്തൂരിൽ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആ സെക്കൻഡിൽ ഡൽഹിയിൽ ജൻപത് റോഡിൽ നിന്ന് സോണിയാഗാന്ധി അന്നത്തെ രാജീവിൻ്റെ സെക്രട്ടറി ജോർജിനോട് ഒരു ചോദ്യം ചോദിച്ചു, എൻ്റെ രാജീവിന് എന്തു പറ്റി? അരമണിക്കൂർ കഴിഞ്ഞാണ് ലോക വാർത്താ മാധ്യമങ്ങൾ രാജീവിൻ്റെ വധവാർത്ത ടെലികാസ്റ്റ് ചെയ്തത്. പക്ഷെ സോണിയയ്ക്ക് സെൻസ് ചെയ്യാൻ പറ്റി രാജീവിന് എന്തോ സംഭവിച്ചതുപോലെ. ഇതാണ് സ്നേഹത്തിൻ്റെ തരംഗം. ശരിക്കും ആത്മീയ, ശാരീരിക, വൈകാരിക തലങ്ങളിൽ ദമ്പതിമാർ ഒരുമിച്ച് പോകുമ്പം ഉണ്ടാകുന്നൊരു അനുഭവം ആപത്തിൽ ആലംബം. അവിടെയാണ് അസ്ഥിയുടെ അസ്ഥി, മാംസത്തിൻ്റെ മാംസം. ഒരാളുടെ നൊമ്പരം അടുത്തയാൾ അനുഭവിക്കുന്നു, ഒരാളുടെ വേദന മറ്റേയാൾ തിരിച്ചറിയുന്നു. ആപത്തിൽ ആലംബം. രണ്ടാമത് പറയുന്ന വാക്ക് അസ്ഥിയുടെ രണ്ടാമത്തെ നിർവചനം ജീവിതത്തിൻ്റെ ആധാരം എന്നാണ്. ജീവിതത്തിൻ്റെ ആധാരം. ആധാരം എന്ന വാക്കിൻ്റെ അർത്ഥം ഉറപ്പ് എന്നാണ്. ഉറപ്പ്. 3 ആമകളുള്ള വീട്ടിൽ അപ്പൻ മൂത്തവനോട് പറയാം, മോനെ 2 ഏക്കർ തെങ്ങും തോട്ടവും 3 ഏക്കർ റബ്ബർ തോട്ടവും നിനക്ക് നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉള്ളതാണ്. ഈ മൂത്തവൻ എന്നാ പറയാം, എൻ്റെ അപ്പ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ആധാരം എഴുതി തരാം. അനിയന്മാർ വില്ലന്മാർ പൊങ്ങി വരുന്നു, തട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ആധാരമാണ് ഉറപ്പ്. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ഉറപ്പ് ഭാര്യയായിരിക്കണം. ഏത് ഭാര്യ? സ്വന്തം ഭാര്യ. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഉറപ്പ് സ്വന്തം കെട്ടിയവനായിരിക്കണം. ചില ആണുങ്ങളുണ്ട്, അവൻ ഏറ്റവും നല്ല പെമ്പർനൂതി അയലോക്കത്തെ പെമ്പർനൂതിയാണ്. ചില പെണ്ണുങ്ങൾക്ക് ഏറ്റവും നല്ല ഉഗ്രം കെട്ടിയവൻ അയലോക്കത്തെ കെട്ടിയവനാണ്. അപ്പം സ്വന്തം ഭർത്താവിൽ ഏറ്റവും വലിയ ഉറപ്പ്, സ്വന്തം ഭാര്യയിൽ ഏറ്റവും വലിയ ഉറപ്പ്, അതാണ് ജീവിതത്തിന്റെ ആധാരം എന്ന് പറയുക. ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയത്തിന്റെ വിത്ത് വീഴരുത്. സംശയത്തിന്റെ വിത്ത് ചിലപ്പോഴൊക്കെ കാണാം, കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞ് മനസ്സകലുന്നു. ഒരു ചെറുപ്പക്കാരൻ ഭർത്താവും ഭാര്യയും ഞാനും കൂടെ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങനെ കാറേ പോകുന്ന വഴിക്ക് ഭാര്യ പറഞ്ഞു, എൻ്റെ അച്ഛ എൻ്റെ കെട്ടിയവൻ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എന്നെ വിളിക്കുന്നത് കുരിശേ 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 എന്നാ. കേട്ട് ഞാൻ മടുത്തു. ഞാൻ ചിന്തിയാനാടെ എപ്പോഴും ഭാര്യയെ കുരിശേന്ന് വിളിക്കുന്നത്. അച്ഛാ ഞാൻ എന്നാ പറഞ്ഞാൽ ഇവിടെ തറുതലേ പറയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ കുരിശേന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ പൊന്നു മോനെ, ഭാര്യയ്ക്ക് 28 വയസ്സേ ഉള്ളൂ, കണ്ടാൽ സുന്ദരിയാണ്, കാണാൻ ഭേദവുമാണ്. നീ എപ്പോഴും കയറി കുരിശേ കുരിശേന്ന് വിളിച്ചാൽ സാഹചര്യം ഒത്തുകിട്ടിയാൽ ഏതെങ്കിലും ശമയവും കയറി ഈ കുരിശ് താങ്ങിക്കളയും. അതുകൊണ്ട് സൂക്ഷിച്ചേ വിളിക്കാവുള്ളൂ. അവളോടും പറഞ്ഞു, ശ്രദ്ധിച്ചേ കെട്ടിയവനോട് വർത്താനം പറയാവും. നീ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഏതെങ്കിലും വേറോനിക്ക് ആ തിരുമുഖം ഒപ്പാൻ സാധ്യതയുണ്ട്, പിന്നെ പരിഭവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ പറഞ്ഞ് മനസ്സകലുന്നൊരവസ്ഥ സംശയത്തിന്റെ വിത്ത്. ഈ കൊച്ചു കൊച്ചു കാര്യം ജീവിതത്തിൽ സംഭവിച്ചോ പിന്നെ അത് പ്രശ്നമാണ്. നീല ലോഹിതദാസ നാടാരെ കുറിച്ച് 4 വർഷം മുമ്പ് ഒരുപാട് വിവാദം ഉണ്ടായി. അപ്പൊ നീലന്റെ ഭാര്യ ഏഷ്യാനെറ്റുകാര് തിരിച്ചും മറിച്ച് ഇന്റർവ്യൂ ചെയ്തു, ഭാര്യയെ കൊണ്ട് എന്തെങ്കിലും ഒരു കുത്തുവാക്ക് പറയിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അവൾ അവസാനം പറഞ്ഞ വാക്ക് അവസാനം വരെ പറഞ്ഞു തന്നു ഇങ്ങനെ, എൻ്റെ ഭർത്താവിനെ എല്ലാവരേക്കാൾ ഉപരിയായിട്ട് എനിക്കറിയാം, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ പോലും ഞാൻ വിശ്വസിക്കുകയില്ല, അത്രയ്ക്കും വിശ്വസ്തനാ എൻ്റെ ഭർത്താവ്. ഇങ്ങനെ ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഭാര്യ അവൻ്റെ ജീവിതത്തിൻ്റെ ആധാരമാണ്. അങ്ങനെ ഭാര്യയെക്കുറിച്ച് പറയുന്ന ഭർത്താവ് അവളുടെ ജീവിതത്തിൻ്റെ ആധാരമാണ്. ജീവിത പങ്കാളിയെ സംശയിക്കുക എന്ന് പറയുന്നത് കുടിക്കുന്ന വെള്ളത്തെയും ശ്വസിക്കുന്ന വായുവിനെയും സംശയിക്കുന്നതിനേക്കാൾ അപകടമാണ്. ഒരിക്കലും ദമ്പതിമാർക്കിടയിൽ സംശയമില്ലാത്ത അവസ്ഥ, ഇതാണ് ജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുക. ഒരിക്കൽ പോലും സംശയത്തിൻ്റെ വിത്ത് വീഴാത്ത അവസ്ഥ. ചെറിയ സംശയം വന്നോ പിന്നെ തുടർന്നും പിടിച്ചതെല്ലാം പ്രശ്നമാണ്. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ 40 വയസ്സുള്ള ഭർത്താവും 35കാരി ഭാര്യയും കൂടെ ബസ് കാത്തു നിൽക്കുന്നു. പെട്ടെന്ന് പരിചയമില്ലാത്തൊരു 38 വയസ്സുകാരി തോളിൽ ഒരു വാനിറ്റി ബാഗും തൂക്കിക്കൊണ്ട് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറിയൊരു പോക്ക്. പോകുന്ന വഴിക്ക് 35കാരിയുടെ കെട്ടിയവനോട്ടൊരു മുട്ടും കൊടുത്തിട്ട് അപരിചിതയായ സ്ത്രീ ചോദിക്കുക, സാറേ ഇപ്പം മുട്ടാറുണ്ടോ? ചോദ്യം കേട്ട പാടെ ഭാര്യയുടെ മകൻ ചുമന്നു കൊടുത്തു, അമ്പടാ കള്ള, എനിക്കിട്ട് മാത്രമല്ല വേറെ പല പെണ്ണുങ്ങൾക്കിട്ടും താൻ തട്ടും മുട്ടും. അതുകൊണ്ടല്ലേ ഭാര്യ കേൾക്ക് ഒരു ഉളുപ്പുമില്ലാത്ത ഒരു ചോദിക്കുന്നു, ഇപ്പം മുട്ടാറുണ്ട്? ഭാര്യ പൊട്ടിത്തെറിച്ചു. ഭാഗ്യത്തിന് ചോദ്യം ചോദിച്ചവൾ സംശയ നിവാരണം വരുത്തി, അതുകൊണ്ട് കുടുംബകലഹം മാറിക്കിട്ടി. അവിടെ ചോദിച്ചാൽ, സാറേ ഇപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നും മുട്ടാറിന് പോകുന്ന ബസ്സുണ്ടോ എന്ന് ചോദിച്ചതാ. സാറേ ഇപ്പം മുട്ടാറുണ്ടോ? ഒരു കൊച്ചു ചോദ്യം. സംശയിക്കുന്ന കുടുംബത്തിൽ അത് ധാരാളമാ കുടുംബകലഹത്തിന്. ഇപ്പൊ സംശയത്തിന്റെ വിത്ത് വീണോ തൊട്ടതും പിടിച്ചതും ഒക്കെ പ്രശ്നമാണ്. ഇപ്പൊ ജീവിതത്തിന്റെ ആധാരം എന്ന് പറഞ്ഞാൽ ഭാര്യയെ സംശയിക്കാതിരിക്കുക, ഭർത്താവിനെ സംശയിക്കാതിരിക്കുക.
ഇപ്പോൾ 1 ആപത്തിൽ ആലംബം, 2 ജീവിതത്തിന്റെ ആധാരം, 3 ചേർന്ന ഇണ. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസത്തിന്റെ മൂന്നാമത്തെ വ്യാഖ്യാനം ചേർന്ന ഇണയായിരിക്കണം. ചേർന്ന ഇണ. ദൈവമായ കർത്താവ് സൃഷ്ടികർമ്മമൊക്കെ നടത്തി. മനുഷ്യൻ ഏകനും മൂകനും ദുഃഖിതനുമായിരുന്നു. ദൈവം തമ്പുരാൻ നോക്കി, ഇവന് ചേർന്ന ഇണയുണ്ടോ? സൃഷ്ടിച്ച ഓരോന്നിനെ കൊണ്ടുവന്ന് നിർത്തി നോക്കി, ചേരുവോ? എരുമയെ നിർത്തി നോക്കി, ചേരുകയല്ല. പിടിയാനെ നിർത്തി നോക്കി, ചേരുകയല്ല. തമ്പുരാന് പോലും പിടികിട്ടി, അടയ്ക്കാമുറിയും തേങ്ങാമുറിയും ചേരുകയല്ല. തങ്കച്ചനും തങ്കമ്മയും കൂടെ ശരിക്കും ചേരും. ഇപ്പൊ ചേർന്ന ഇണയായിട്ട് സ്ത്രീയെ കൊടുത്തെന്നാ പറഞ്ഞിരിക്കുന്നു. സത്യമല്ല, ഓർത്താൽ മതി. നിങ്ങൾ തന്നെ ഓർത്തേ, കെട്ടിയവന്റെ കുറവ് ഭാര്യ നകത്തും, ഭാര്യയുടെ കുറവ് ഭർത്താവ് നകത്തും. ചേർന്ന ഇണയായിട്ടല്ലേ ദമ്പതിമാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആണുങ്ങളുടെ ശരീരം എന്ന് പറഞ്ഞാൽ തെങ്ങയിലും കവുങ്ങയിലും ഒക്കെ അള്ളിക്കയറാൻ അണ്ണാന്റെ പരുവത്തിൽ പൊങ്ങിപ്പോകാൻ പറ്റിയ പരുവത്തിൽ, സ്ത്രീയുടെ ശരീരവും മരം കയറാൻ പറ്റിയ പരുവത്തിലല്ല. ചക്കയുടെ മടൽ വെട്ടി, കൂഞ്ഞ് വെട്ടി, ചകിണി വെട്ടി ചക്ക വേവിക്കാൻ പറ്റിയ പരുവത്തിൽ, കപ്പളങ്ങാടെ തൊലി ചെത്തി ചൊന കളഞ്ഞ് തോരനും ചാറും വെക്കാൻ പറ്റിയ പരുവത്തിൽ ശരീരഘടനയ്ക്ക് വ്യത്യാസമുണ്ട്. ആണുങ്ങൾക്ക് ക്ഷയിക്കാനും കൊടുക്കാമെങ്കിൽ കമ്പിപ്പാരയിലോ കാപ്പിക്കമ്പയിലോ പിടിച്ച പോലെ വല്ലാത്ത കട്ടി. പെണ്ണുങ്ങൾക്ക് ക്ഷയിക്കാനും കൊടുക്കാമെങ്കിൽ റൊട്ടിക്ക് കുഴിച്ചിട്ട മാവേ പിടിച്ച പോലെ തളതള വളവള കുഴവട പരുവത്തിൽ കിടക്കും. അതുകൊണ്ടാണ് വീട്ടിൽ പിള്ളാരും മറ്റും കാറുമ്പോൾ അപ്പൻ എടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾ പൂർവാധികം ശക്തിയോടെ കാറും. ഏതാണ്ട് മയിൽക്കുറ്റിക്കിട്ട് മുട്ടിയ പോലെ വല്ലാത്ത കട്ടി. തള്ള തൊടുമ്പോഴേ കരച്ചിൽ നിർത്തും. ഡ്യൂറോഫ്ലക്സ് ഡൺലപ്പ് മെത്തക്കിട്ട് മുട്ടിയ പോലെ ഒരു നല്ല മയം. തൊലിക്കട്ടിക്ക് വ്യത്യാസമുണ്ട്. ഇനി മനക്കെട്ടിക്ക് വ്യത്യാസമുണ്ട്. രാത്രി 12 മണിക്ക് വീടിന്റെ പറ്റത്ത് എന്തെങ്കിലും അനക്കം കേട്ടാൽ കെട്ടിയവൻ ടോർച്ചും ചൂരിലുമായിട്ട് ഇറങ്ങും. പെമ്പർനോത്തി വട്ടം കെട്ടിപ്പിടിക്കും. പൊന്നു മനുഷ്യ പോകല്ലേ, പാമ്പാണേ ചേമ്പാണേ കൂമ്പാണേ പോയേക്കരുത്. മനക്കെട്ടി ഇവന് കൂടുതൽ, ഇവക്ക് മനക്കെട്ടി വളരെ കുറവ്. ആണുങ്ങൾക്ക് പ്രാർത്ഥന 6 പോറ്, പെണ്ണുങ്ങൾക്ക് പരമ സന്തോഷം. പലപ്പോഴും നാട്ടിൽ ആണുങ്ങൾ പുറത്തു പോയി വീട്ടിൽ വരുമ്പോൾ ഭാര്യയുടെ ആദ്യം ചോദിക്കുന്നത് കുരിശുവരെ കഴിഞ്ഞു ഓടിയെന്ന, കാരണം മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പൊ ഈ പ്രാർത്ഥന ആണുങ്ങൾക്ക് പരമ്പോർ, പെണ്ണുങ്ങൾക്ക് പരമ സന്തോഷം. ഉപവാസം എടുക്കുക പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമാണ്. പട്ടിണി ധ്യാനം എന്ന് പറയുന്നത് അവസ്ഥ ധ്യാനമാണെങ്കിൽ പോലും 4ഉം 5ഉം പ്രാവശ്യം പോയി കുടികളയും. ആണുങ്ങൾക്ക് ഉപവാസം എടുക്കുന്നത് സഹിക്കാൻ മേല. ഇനി സഹനശക്തി പെണ്ണുങ്ങൾക്ക് കൂടുതൽ, ആണുങ്ങൾക്ക് കുറവ്. ചെറിയ വൈദ്യവേദന വന്നു, ഭൂമി കുലുക്കം പോലെ ആണുങ്ങൾക്ക്. തലവേദന വന്നു, എല്ലാവരും അവനെ തന്നെ ശ്രദ്ധിച്ചോണം. പെണ്ണുങ്ങൾക്ക് വീട്ടിലെ തള്ളയ്ക്ക് കുടലേക്ക് ആൻസർ കൊണ്ട് പഴുക്കുക, എന്നാലും പറയും നല്ല മല്ലിക്കാപ്പി കുടിച്ചറിയായിരുന്നു വേദനയൊന്നും മാറി കിട്ടുമെന്ന്. തലയ്ക്കകത്ത് ട്യൂമർ, എന്നാലും പറയും കടുങ്കാപ്പി കടുപ്പത്തിൽ കുടിച്ചറിയാം തലവേദന മാറുമെന്ന്. മരിക്കാറായാലും പ്രായം ചെന്ന തള്ളമാർ ഒരിക്കലും വേദന പറയുകയില്ല, അങ്ങ് സഹിക്കും. അതുകൊണ്ടാണ് ഈ വേദന സഹിക്കാൻ മേലാത്തതുകൊണ്ടാണ് അറ്റാക്ക് വന്ന് സഹിക്കുന്നത് കൂടുതലും ആണുങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ 70 പെണ്ണുങ്ങൾ ഭർത്താവില്ലാതെ ജീവിക്കുമ്പം 30 പുരുഷന്മാരാണ് ഭാര്യയില്ലാതെ ജീവിക്കുന്നത്. അകാല മൃത്യു അപമൃത്യു ആണുങ്ങൾക്ക് അറ്റാക്ക്, വേദന സഹിക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പ്രസവിക്കുവാനുള്ള വരം പെണ്ണുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് ആണുങ്ങളുടെ വകുപ്പാണോ? ഒറ്റ പ്രസവം, ലോകാവസാനം. ഇനി ഈ പരിപാടിക്ക് ഇല്ലേ ഇല്ല. എത്ര വേദന സഹിക്കാനും സ്ത്രീ തയ്യാറാണ്. ഇപ്പം വേദന സഹിക്കാനുള്ള കൃപ ദൈവം ഒരു സ്ത്രീക്കാണ് കൊടുത്തിരിക്കുന്നത്. ചേർന്ന് ഇണ. ഒരാളുടെ കുറവ് മറ്റേയാൾ നികത്തുന്നു, ഒരാളുടെ പോരായ്മ മറ്റേയാൾ പരിഹരിക്കുന്നു. ചേർന്ന ഇണ. ഇപ്പൊ കുടുംബജീവിതത്തിൽ ഓർക്കുക, ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ചേർന്ന ഇണയാണ്. ഇന്ന് പലപ്പോഴും ധ്യാനിപ്പിക്കാൻ വേണ്ടി ലോകത്തെല്ലാം ഓടി നടക്കുമ്പം പലയിടത്തും കാണുന്നൊരു പ്രത്യേകത, പല ആണുങ്ങളുടെ ഓർമ്മ ദൈവം കൊടുത്ത മെമ്പർനോത്തി ചേർന്ന ഇണയല്ലെന്നാ. ചില കാരണന്മാർ ചോദിക്കും, ജോസച്ച അപ്പനായവരെ അച്ഛനാക്കുന്ന സഭ വല്ലതും ഉണ്ടോ? കുടുംബജീവിതം മടുത്തു. ഉടനെ പ്രായം ചെന്ന് അമ്മച്ചിമാർ അടുക്കും കുലിക്ക് കുണുക്ക് പാടി പെറ്റ പെണ്ണുങ്ങളെ ചേർക്കുന്ന മടം വല്ലതും ഉണ്ടോ വെച്ചാൽ എല്ലാവരും മടുത്തു. പണ്ട് 100 പറഞ്ഞ് തുടങ്ങിയതാ. ഇന്ന് പെറ്റ തള്ളയ്ക്ക് മടത്തിലമ്മയാകണം, കുടുംബത്തിലെ അപ്പന് പള്ളിയിലച്ഛനാകാൻ പോകണം. അതേപോലെ ചില അച്ഛന്മാരും മറ്റുമൊക്കെ കടുങ്കാപ്പി അനത്താൻ ആരെങ്കിലും കൂട്ടുണ്ടോന്ന് അവരും തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എല്ലാ അന്വേഷണത്തിന്റെ സമയമാണ്. ഇപ്പൊ ജീവിതത്തിൽ ചേർന്ന ഇണയായിട്ട് കാണുക എന്നുള്ളതാണ്. ദൈവം തന്നയാളെ ചേർന്ന ഇണയായിട്ട് കാണുക. അതാണല്ലോ ഒരിക്കലും ഈശോയും മാതാവും കൂടെ, ഈശോ മാമോദിസ സ്വീകരിക്കുന്നതിന് മുമ്പ് ഈശോയും മാതാവും കൂടെ ആദ്യമായിട്ട് നസ്രത്ത് കാണാൻ വേണ്ടി യാത്രയായി. അപ്പം നസ്രത്തിലേക്ക് പോകാനുള്ള വഴി മാതാവിനും അറിയത്തില്ല, ഈശോയ്ക്കും അറിയത്തില്ല. പോകുന്ന വഴിക്ക് ഒരു പീഡിക വരാന്തയിൽ കടത്തിണ്ണയിൽ 25 വയസ്സുള്ള ഒരു യുവാവിരിക്കുന്നു. ഈശോ പറഞ്ഞു, യുവാവേ യുവാവേ, ഞാൻ യേശു, ഇതെൻ്റെ അമ്മ മേരി. നസ്രത്തിലേക്കുള്ള വഴി അറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരാമോ? ഉടനെ അവന് ആരെയോ തോപ്പിച്ച് അരിശപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, മെനക്കെടുത്താൻ വേണ്ടി തള്ളയാ പിള്ളയാണെന്ന് തൊഴിലില്ലാ കമ്പനികൾ രാവിലെ വായും പിടിച്ച് ഇറങ്ങിയിരിക്കുക. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. ഞാൻ എന്നാ മയിൽക്കുറ്റിയാണോ, ടൂറിസ്റ്റ് ഗൈഡാണോ, വേറെ വല്ലവരോടും ചോദിച്ചോണം. പൊട്ടിത്തെറിച്ചു. ഈശോയ്ക്ക് പമ്മല്, മറിയത്തിന് ചമ്മല്. രണ്ടുപേരും പിന്നെയും നടന്നു. കുറേ അങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു കടത്തിണ്ണയിൽ വേറൊരു യുവാവ് ഇരിക്കുന്നു. ഈശോ വീണ്ടും പറഞ്ഞു, യുവാവേ യുവാവേ, ഞാൻ നസ്രത്തിലെ തച്ചൻ്റെ കൊച്ചൻ യേശു, ഇതെൻ്റെ തള്ള മേരി. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ നസ്രത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു തരാമോ? അവൻ പരമശാന്തനും സാത്വികനുമായിരുന്നു. അവൻ പറഞ്ഞു, അയ്യോ അമ്മയും മോനും ആണോ? വഴി പറഞ്ഞാൽ ഓർക്കണമെന്നില്ല, എനിക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ട്, ഞാൻ കൂടെ വരാമല്ലോ എന്ന് പറഞ്ഞവൻ അങ്ങ് നടന്നു.
നടന്ന് 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 നസ്രത്ത് വരെ അങ്ങ് ചെന്നു. ഒരു വളവ് തിരിഞ്ഞാൽ നസ്രത്ത് അവക്കോളാൻ പറഞ്ഞു. അവൻ തിരിച്ചുപോയി. ഈശോയും മാതാവും നസ്രത്തിൽ ചെന്നപ്പം മാതാവ് ഈശോയോട് ചോദിച്ചു, മോനെ, വഴി വെച്ച് 2 എണ്ണത്തെ കണ്ടല്ലോ. ഒന്ന്, മൂക്കിൻ്റെ ഒരു തരിശുള്ള ക്ഷിപ്രകോപി എടുത്തിയാട്ടക്കാരൻ. 2, പരമശാന്തനായ സാത്വികനായ മനുഷ്യൻ. ആ മുൻകോപിയും ചൂടനുമായ അവന് നിത്യസമ്മാനം വിധി കൊടുക്കുന്ന നീ എന്നാ സമ്മാനമാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞു, അമ്മേ, ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത് ക്ഷമ, പ്രാർത്ഥന, ദാനശീലം, കരുണ, ദയ, ആത്മസംയമനം, ഇതെല്ലാം അവിടെ ഒരു പെണ്ണിനെ ഞാൻ അവന് ഭാര്യയായിട്ട് കൊടുക്കും. മാതാവ് ചോദിച്ചു, ചേട്ടാ അതെന്നെ ഇടപാടാ, അപ്പം നീ മറ്റവന് ഏതെങ്കിലും ദൈവദൂതന്മാരുടെ പെങ്ങളെ ഭാര്യയായിട്ട് കെട്ടിച്ചു കൊടുക്കുമോ? നിന്റെ പ്ലാൻ എന്നാ? എൻ്റെ അമ്മയെ, ശാന്തനായ അവന് ക്ഷിപ്രകോപി, കടക്കണ്ണെറിയുന്ന മുടി കിഴങ്ങ് പോലെ പൊക്കി കെട്ടുന്ന ഞെളിഞ്ഞു നടക്കുന്ന അഹങ്കാരിയെ ഞാൻ ഭാര്യയായിട്ട് കൊടുക്കും. മാതാവ് വെച്ച് തന്നെ ഇടപാടാ. ഉടനെ പറഞ്ഞ, അമ്മ, ഇതാണ് ക്രിസ്തു രഹസ്യം, ഇതാണ് ക്രിസ്തു രഹസ്യം. 1 കൊരിന്ത്യർ 7:14. ധിക്കാരിയും താന്തോന്നിയുമായ പുരുഷന് ദൈവം സഹനശക്തിയുള്ള പെണ്ണിനെ കൊടുക്കും, അവൾ വഴി അവൻ വിശദീകരിക്കപ്പെടാൻ. അതുപോലെ ശാന്തനായ പുരുഷന് അഹങ്കാരി പെണ്ണിനെ കൊടുക്കും, ഇവൻ മൂലം അവൾ വീണ്ടെടുക്കപ്പെടാൻ. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. ചേർന്ന ഇണയായിട്ട് തമ്പുരാൻ തന്നിരിക്കുക. ഒരാളുടെ കുറവ് മറ്റേയാൾ പരിഹരിക്കുന്നു, ഒരാളുടെ പോരായ്മ മറ്റൊരാൾ പരിഹരിക്കുന്നു. എല്ലാവർക്കും ഉണ്ടല്ലോ വിവാഹത്തിന് മുമ്പ് എന്തെല്ലാം പ്ലാനും പദ്ധതിയുമാണ്. ആണുങ്ങളുടെ ഓർമ്മ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് ശോഭനയുടെ വണ്ണം, മഞ്ജു വാര്യരുടെ പല്ല്, ദിവ്യാവുണ്ണിയുടെ വെടലി, കാവ്യാമാധവൻ്റെ കണ്ണ്, ഇതായിരിക്കണം എൻ്റെ പെണ്ണ്. പക്ഷെ കിട്ടിയതോ ഫിലോമിനയുടെ ഷേപ്പിൽ ഒരാള്. കിട്ടിയ ആളെ ചേർന്ന ഇണയായിട്ട് കാണുന്നു. പെണ്ണുങ്ങൾക്കും സ്വപ്നം, ഞാൻ കെട്ടുന്ന ചെറുക്കന് സുരേഷ് ഗോപിയുടെ ഈട്, മമ്മൂട്ടിയുടെ ഗൗരവം, മോഹൻലാലിൻ്റെ ദേഹചലനം, ജയറാമിൻ്റെ സരസഭാവം, ദിലീപിൻ്റെ ചമ്മൽ, ഇതെല്ലാം കൂടെ വേണം എൻ്റെ പുരുഷന്. പക്ഷേ കിട്ടിയതോ ഇന്ദ്രൻസിൻ്റെ പരുവത്തിൽ ഒരാള്. ദൈവം ആരെ കൊടുത്തോ കൊടുത്തയാളെ ചേർന്ന ഇണയായിട്ട് കാണണമെന്നാണ്. തമ്പുരാൻ കൊടുത്തയാളെ ചേർന്ന ഇണയായിട്ട് കാണും. സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുക, യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുക. ഇപ്പം നിങ്ങളൊന്ന് ഓർക്കുക, കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ജോൺ പോൾ മാർപ്പാപ്പായ്ക്ക് പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് പറയുകയാണ്, ഓഗസ്റ്റ് മാസം 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ അന്ന് മുതൽ കത്തോലിക്കാ തിരുസഭയുടെ 2004 വർഷങ്ങളിലെ പാരമ്പര്യം തിരുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2004 വർഷങ്ങളിലെ സഭാ പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ വിവാഹം കഴിച്ചാൽ മരണം വരെ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതാണല്ലോ. എന്നാൽ ഇതാ 2004 ഓഗസ്റ്റ് 15 മുതൽ നിയമം മാറ്റിയിരിക്കുന്നു. മാർപ്പാപ്പയോട് പറയുകയാണ്, ഇപ്പോഴുള്ള ഭാര്യയെ മാറ്റി ഇഷ്ടമുള്ള പെണ്ണിനെ എടുക്കാം, ഇപ്പോഴുള്ള ഭർത്താവിനെ മാറ്റി ഇഷ്ടമുള്ള പുരുഷനെ എടുക്കാം. ഇത് ഒന്നും പേര് ഗൗരവത്തോടെ നോക്കുന്നു, സത്യമാണോ ആച്ചാന്നുള്ള ഒരു വിധത്തിൽ സങ്കല്പിച്ചാൽ മതി, സങ്കല്പിക്കുക. അപ്പം അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് മാർപ്പാപ്പയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു വാർത്ത പറയുകയും അത് ബഹുമാനപ്പെട്ട സക്കറിയാസച്ചനെ മാർപ്പാപ്പ വിളിച്ചറിയിക്കുകയും അച്ഛൻ എന്നോട് പറയുകയാണ്, ഇടവകയിൽ അനൗൺസ് ചെയ്തേക്കുക, നമ്മുടെ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം പങ്കെടുക്കുന്ന ദമ്പതിമാരോട് പറയുക, ഇപ്പോഴുള്ള ഭാര്യയെ മാറ്റിയെടുക്കാം, ഇപ്പോഴുള്ള ഭർത്താവിനെ മാറ്റിയെടുക്കാം. ഞാൻ ഈ പള്ളിയിൽ വെച്ച് അനൗൺസ് ചെയ്യാമെങ്കിൽ എന്നതായിരിക്കും ഈ പള്ളിയിലെ പ്രതികരണം? പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനുണ്ടായ വലിയ എരമ്പൽ ഈ പള്ളിയിലും കേൾക്കാം. രക്ഷപ്പെട്ടു, ഒരു വലിയൊരു നെടുവീർപ്പ്, ഒരു വലിയൊരു ദീർഘശ്വാസം കേൾക്കാം. എത്ര പേര്? 50% പേര് ഓർക്കും മാറ്റിയെടുക്കാമല്ലോ. 20% പേരൊക്കെ ദൈവം ഒരിക്കൽ പെട്ടുപോയി, ഇനി പൊടുക്കനില്ലേ ഇല്ല. ഒരു 10% പേരെ പറയും, ഇപ്പോൾ ഉള്ളത് ഉഗ്രം കെട്ടിയവൻ ഊറ്റമ്പൻ പറഞ്ഞു മതി, ഇതിനേക്കാൾ കൂടി ഒന്നും വേണ്ടേ വേണ്ട. വേറെ ചിലരൊക്കെ ദൈവമേ ഉള്ള ഒന്നിനെ കൊണ്ട് സഹിക്കാൻ പറ്റും, ഇനി മാറ്റിയെടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. ഇപ്പൊ ദൈവം തന്നയാളെ ചേർന്ന ഇണ. ഇപ്പൊ ചേർന്ന ഇണ ഇതാണ് അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം, ചേർന്ന ഇണയായിട്ട് കാണുക. ചേർന്ന ഇണ. 4. ഇപ്പൊ 1 ആപത്തിൽ ആലംബം, 2 ജീവിതത്തിന്റെ ആധാരം, 3 ചേർന്ന ഇണ, 4 തക്കതായ തുണ. അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം എന്ന് പറഞ്ഞാൽ 4ാമത്തെ വ്യാഖ്യാനം തക്കതായ തുണയായിട്ട് കാണണം. ഭർത്താവിനെ തക്കതായ തുണയായി ഭാര്യ കാണണം, ഭാര്യയെ തക്കതായ തുണയായി ഭർത്താവ് കാണണം. ഈ തക്കതായ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കല്യാണം കഴിഞ്ഞ് 5-8 മാസമൊക്കെ എടുക്കുമ്പോഴത്തേക്ക് സാവധാനം ഭർത്താവിൻ്റെ കുറവുകളും നിറവുകളും ഭാര്യയ്ക്ക് മനസ്സിലാകും, ഭാര്യയുടെ കുറവുകളും പോരായ്മകളും നന്മകളും ഭർത്താവ് മനസ്സിലാക്കും. ഓരോ കാര്യത്തിലും, വേഷവിധാനത്തിലും സംഭാഷണത്തിലും ഭക്ഷണക്രമത്തിലും ഒക്കെ പരസ്പരം അറിഞ്ഞുള്ള ഒരു സഹകരണം തക്കതായ തുണ. ഉദാഹരണത്തിന്, എൻ്റെ ഭർത്താവിന് കോഴിക്കറി വെക്കുമ്പം മുക്കാവേവായ കോഴിക്കാല് എരിവും ചൂടുമുള്ള ചാറിയിൽ നിന്നെടുത്ത് കറുമുറ കടിച്ചു തിരുന്ന് ഇഷ്ടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനിമേൽ കോഴിക്കറി വെക്കുമ്പം എരിവും ചൂടുമുള്ള ചാറിൽ മുക്കാവേവായ കോഴിക്കാരെടുത്ത് വെച്ചിട്ട് സ്നേഹത്തോടെ പറയണം, ചേട്ടാ കഴിക്കുക കടിക്കുക കോഴിയുടെ കാല് എന്നും പറഞ്ഞ് നീട്ടിപ്പിടിച്ച് കൊടുക്കുമ്പം തക്കതായ തുണ. ഭർത്താവിൻ്റെ പേര് ടോം എന്നാണ്. ടോം എന്ന് വിളിക്കുന്ന കേട്ടാ ചൊറിയും, ടോം കുട്ട എന്ന് വിളിക്കാമെങ്കിൽ സന്തോഷം എടുക്കും. അങ്ങനെയാണെങ്കിൽ ടോം കുട്ട എന്ന് വിളിക്കുമ്പം തക്കതായ തുണ.
എൻ്റെ ഭർത്താവ് പറയും, എടി ഇത് കൂടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് നല്ലൊരു സാൽവാറും കമ്മീസ് വിട്, പൊന്നു മനുഷ്യ ഞാനിത് ധരിച്ചാൽ വലിയ ബൊമ്മ പോലെ ഇരിക്കും, ഒരിക്കലും പറഞ്ഞേക്കരുത്. ഭർത്താവ് ആവശ്യപ്പെട്ട് ധരിച്ച് കാണിക്കുക, അല്ലെങ്കിൽ അത് ധരിച്ച വല്ല അവളുമാരെയും നോക്കാനുള്ള സാധ്യത അവനുണ്ടാകും. അത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഞാനെന്ന ഭാര്യ തന്നെ ധരിച്ച് കാണിക്കണം. ഭക്ഷണത്തിൽ, സംസാരത്തിൽ, വേഷവിധാനത്തിൽ തക്കതായ തുണ. ഭർത്താവിന് തിരുത്താൻ മേലാത്ത കാര്യം പറഞ്ഞ് നൊമ്പരപ്പെടുത്തരുത്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു കണ്ണ് അല്പം അടഞ്ഞ കണ്ണാണ്. അരിശം വന്നു, വഴക്ക് വന്നു, ഒന്ന് പറഞ്ഞ് രണ്ടു പറഞ്ഞ് ബഹളം മൂത്ത് വരുമ്പോൾ ഇവൾ വജ്രായുധമായിട്ട് പ്രവർത്തിക്കുന്ന വാക്ക്, പ്രയോഗിക്കുന്ന പദപ്രയോഗം കോച്ചറക്കണ്ണ, കോങ്കണ്ണ, കോങ്കണ്ണ, കോച്ചറക്കണ്ണ. തിരുത്താൻ മേലാത്ത കാര്യം പറഞ്ഞ് ഒരിക്കലും ഭർത്താവിനെ നൊമ്പരപ്പെടുത്തിയേക്കരുത്. ഇതുപോലെ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടം കണ്ടുപിടിക്കണം. ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പരിപ്പ് വടയും പാളയത്തോടും പഴവും. ഇപ്പം വിവാഹ വാർഷികത്തിലും കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലും ഒരു കടലാസിനകത്ത് വടയും പഴവും പൊതിഞ്ഞിട്ട് മോളെ മറിയാമേ കടിക്കടി വടം പഴം പൊതി എന്നും പറഞ്ഞ് നീട്ടി പിടിച്ചു കൊടുക്കുമ്പോൾ ഭക്ഷണ കരുതി തക്കതായ തുണ. അതുപോലെ ഈ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അവളെ മോളെ മോളെ എന്ന് വിളിക്കുക. മോളെയും തന്നെ വിളിക്കണം. ഞാനൊരിക്കൽ പറഞ്ഞ് ഭാര്യാഭർത്താക്കന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് മോളെ എന്ന് വിളിക്കുന്ന ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെയൊക്കെ ധ്യാനം കേൾക്കുന്നതിന് മുമ്പ് കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയവൻ എപ്പോഴും എന്നെ മോളെ മോളെ എന്ന് വിളിക്കത്തുള്ളൂ. പക്ഷെ ആദ്യ ഭാഗത്ത് വേറെ ഏതാണ്ട് കൂട്ടിച്ചേർത്തിട്ട് അവസാനമാണ് ഈ മോളെ എന്നുള്ള വിളി. അപ്പം ഈ തക്കതായ തുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരില്, ഭക്ഷണത്തിൽ, വേഷവിധാനത്തിൽ, ബന്ധങ്ങളിലൊക്കെ ചേർന്ന ഒരു ജീവിതശൈലി. ഇതാണ് തക്കതായ തുണ എന്ന് പറയുക. ഇപ്പൊ ദാമ്പത്യ ബന്ധത്തിൽ തക്കതായ തുണയായിട്ട് മാറണമെങ്കിൽ ഒരു സ്ത്രീ സ്വന്തം ഹൃദയത്തിന്റെ 5 അറകൾ തുറക്കാൻ പഠിക്കണം. ഒരു പുരുഷൻ സ്വഹൃദയത്തിന്റെ 5 അറകൾ ഭാര്യയ്ക്ക് വേണ്ടി തുറക്കാൻ പഠിക്കണം. ഒരു സ്ത്രീ സ്വന്തം ഹൃദയത്തിന്റെ 5 അറകൾ ഭർത്താവിന് വേണ്ടി തുറക്കാൻ പഠിക്കണം. ഒരു സ്ത്രീയുടെ ഹൃദയത്തിന്റെ 1-ാമത്തെ അറയിൽ ഒരമ്മ ഒളിച്ചിരിപ്പുണ്ട്. 2-ാമത്തെ അറയിൽ ഒരു ഭാര്യ ഒളിച്ചിരിപ്പുണ്ട്. 3-ാമത്തെ അറയിൽ ഒരു കാമുകി ഒളിച്ചിരിപ്പുണ്ട്. 4-ാമത്തെ അറയിൽ ഒരു പെങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. 5-ാമത്തെ അറയിൽ ഒരു മകൾ ഒളിച്ചിരിപ്പുണ്ട്. അതുപോലെ ഒരു പുരുഷ ഹൃദയത്തിന്റെ 5 അറകളിൽ 1-ാമത്തെ അറയിൽ ഒരപ്പൻ ഒളിച്ചിരിപ്പുണ്ട്. 2-ാമത്തെ അറയിൽ ഒരു ഭർത്താവ് ഒളിച്ചിരിപ്പുണ്ട്. 3-ാമത്തെ അറയിൽ ഒരു കാമുകൻ ഒളിച്ചിരിപ്പുണ്ട്. 4-ാമത്തെ അറയിൽ ഒരു ആങ്ങളെ ഒളിച്ചിരിപ്പുണ്ട്. 5-ാമത്തെ അറയിൽ ഒരു മകൻ ഒളിച്ചിരിപ്പുണ്ട്. ഈ 5 അറകൾ നിലവറ കൂടാതെ നമ്മൾ തുറക്കുക എന്നുള്ളതാണ്. ഈ 5 റോളുകൾ കൊടുക്കാൻ പഠിക്കണം. ഒരു സ്ത്രീ അനുഭവിക്കുന്ന 5 പുരുഷന്റെ സ്നേഹം, ഒരു ഭർത്താവ് അനുഭവിക്കുന്ന 5 സ്ത്രീയുടെ സ്നേഹം ഹൃദയത്തിന്റെ 5 അറകൾ തുറക്കുമ്പോൾ തക്കതായ തുണയായിട്ട് മാറും. എങ്ങനെയാണ് 5 അറകൾ തുറക്കുക? ഒന്നാമതായിട്ട് ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഭാര്യയുടെ ജീവിതത്തിൽ അപ്പനാകാൻ പഠിക്കണം. എങ്ങനെ അപ്പനാകുന്നത്? ഭാര്യയ്ക്ക് തലവേദനയും ക്ഷീണമായിട്ടിരിക്കുമ്പോൾ അടുത്തിരുന്ന് നെറ്റിയിൽ അമൃതാഞ്ജൻ പുരട്ടി കൊടുത്ത്, വിക്സ് തൂത്ത് കൊടുത്ത്, വായിൽ ഗുളിക ഇട്ട് കൊടുത്ത്, സാവധാനം അവളെ പൊക്കിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ഇരുമ്പ് പോലെ ബലമുള്ള കൈവിരലുകൾ മുടികൾക്കിടയിലൂടെ ഓടിക്കുമ്പം അവൻ അവൾക്ക് കൊടുക്കുന്നത് കുഞ്ഞുനാളിൽ അവൾ അനുഭവിച്ച അപ്പൻ്റെ സ്നേഹം. അതുപോലെ കെട്ടിവൻ തലവേദനയും പനിയായിട്ട് കിടക്കുമ്പം അവൻ്റെ തല പൊക്കാവുന്ന കനവേ ഉള്ളെങ്കിൽ സാവധാനം പൊക്കിയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് നെറ്റിയെടുത്ത് തുമ്പിക്കുന്ന ഭാര്യ അവന് കൊടുക്കുന്ന കുട്ടിക്കാലത്ത് കിട്ടിയ അമ്മയുടെ സ്നേഹം. ഇപ്പോൾ രോഗത്തിൽ അപ്പനാകണം, അമ്മയാകണം. ഉറക്കം തൂങ്ങാതെ പ്രാർത്ഥിക്കടി, അപ്പൻ്റെ തിരുത്ത്. ആണ്ടുകുംസാരത്തിന് പോകുന്നില്ലേ മനുഷ്യ, അമ്മയുടെ ശാസന. നിനക്ക് ഞാനല്ലേടി ഉള്ളത്, അപ്പൻ്റെ ഉറപ്പ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. വീടും എല്ലാം നഷ്ടപ്പെട്ട് കടത്തിനെ കിടക്കേണ്ടി വന്നാലും മനുഷ്യ എൻ്റെ തൊട ഇങ്ങർക്ക് തലയണ പോലെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവൾ അവൻ്റെ ജീവിതത്തിൽ അമ്മയായിട്ട് മാറുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവ് ഭാര്യയ്ക്ക് അപ്പനാകണം, ഭാര്യ ഭർത്താവിന് അമ്മയാകണം. അപ്പം അപ്പൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം. 2, കാമുകന്മാരുടെ സ്നേഹം. ഭർത്താവ് ഭാര്യയുടെ ജീവിതത്തിൽ 90-ാം വയസ്സിലും കാമുകൻ്റെ റോള് കളിക്കണം. ഭാര്യ 85-ാം വയസ്സിലും കാമുകിയെ പോലെ പെരുമാറണം. എങ്ങനെയാണ് കാമുകന്മാരുടെ റോളെന്ന് പറയുക? കാമുകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് പുറത്ത് എവിടെയെങ്കിലും പോയോ തിരിച്ചു വരുന്ന സമയം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. വരുന്ന സമയത്ത് കെട്ടിവന് തോന്നും, ദൈവമേ ഇവിടെ എന്നെ തന്നെ കാത്തു നിൽക്കുന്നില്ല. കാമുകന് കത്തയക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ വലിയ പരിചയം കാണില്ല, കേരളത്തിലാണെങ്കിൽ ഇത് ഒത്തിരി കാണാം. കാമുകി അയക്കുന്ന കത്ത്, ചേട്ടാ വ്യാഴാഴ്ച വൈകുന്നേരം 5:30 മണിയാകുമ്പം പള്ളിയുടെ സിമിത്തേരിയോട് ചേർന്നുള്ള തെങ്ങിൻ്റെ ചുവട്ടിൽ ഞാൻ ചേട്ടനെ 5:30 കാത്തു നിൽക്കുമെന്ന് പറയുമ്പോൾ ഇവൻ വാച്ച് പാട് 4:30 പോയി നിൽക്കും. ആ മണി കൂട്ടമണി, ഈ മണി, എവിടെ മണി, 5:30 മണി. എത്ര മണിക്കൂറും കാത്തു നിൽക്കാനും മടിയുമില്ല. ഭർത്താവ് പോയിട്ട് വരുമ്പോൾ 65 വയസ്സുള്ള ഭാര്യ 70 വയസ്സുള്ള ഭർത്താവ് വരുന്ന സമയം ഇങ്ങനെ നോക്കി നിൽക്കണം. വരുന്ന പാടെ ഭർത്താവിന് പിടികിടണം, ദൈവമേ ഇവിടെ എന്നെ തന്നെ കാത്തു നിൽക്കുന്നല്ലോ. വരുമ്പോൾ സ്നേഹത്തോടെ പറയണം, പൊന്നു മനുഷ്യ ഇങ്ങേര് പോയപ്പോൾ മുതൽ എന്തൊരു മനപ്രയാസമായിരുന്നു. മുട്ട നെഞ്ചത്ത് വെച്ചാൽ വേഗമായിരുന്നു, വന്നപ്പോഴാണ് സമാധാനമായത്. സത്യം പറഞ്ഞാൽ നിങ്ങളില്ലാത്തപ്പോൾ നെഞ്ചത്ത് തീ കത്തുക, നിങ്ങളെ കണ്ടപ്പോഴാണ് തീയൊന്ന് അണഞ്ഞത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴാണ് തീ കത്തിയത്, പറഞ്ഞാൽ ഇപ്പോഴാ കേട്ടോ തീയൊന്ന് അണഞ്ഞത്. ഇങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാര്യ
70-കാരന് കൊടുക്കുന്നത് 65-ാം വയസ്സിലും കാത്തു നിൽക്കുന്ന കാമുകിയുടെ സ്നേഹമാണ്. അതുപോലെ ഭാര്യ പുറത്ത് വിടുകയും ഭർത്താവ് പറയാൻ തേടി നീ ഇല്ലാഞ്ഞ സമയം എന്നതാ, പോയ നിമിഷങ്ങൾ ഒരു യുഗം പോലായിരുന്നു, എഴഞ്ഞെഴഞ്ഞല്ലേ കാലം പോയത്, ദൈവമേ നീ ഇല്ലെങ്കിൽ വീട് ഒരു ശവക്കോട്ട പോലെ, നീ വന്നപ്പോൾ ആ ശവവും കൂടെ വന്നിരിക്കുന്നത്, എന്തെല്ലാം പറഞ്ഞാ അവന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ. ഇപ്പൊ ജീവിതത്തിൽ ജീവിത പങ്കാളി പോയിട്ട് വരുമ്പം ഭർത്താവ് കാത്തു നിൽക്കുക, ഭാര്യ കാത്തു നിൽക്കുക. ഇതാണ് കാമുകന്മാരുടെ സ്നേഹം. 3, ഭർത്താവിന്റെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം. ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹം കൊടുക്കണം. ചില ആണുങ്ങളെ കണ്ടിട്ടുണ്ട്, അവര് കെട്ടിയവനാ പക്ഷേ ഭർത്താവായിട്ടില്ല. ചില പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്, ഭാര്യയാ പക്ഷേ കെട്ടിയവളാണ് പക്ഷെ ഭാര്യയായിട്ടില്ല. എങ്ങനെയുള്ള ആണും പെണ്ണുവാ. ചില ആണുങ്ങൾ താലി കെട്ടിയതുകൊണ്ട് കെട്ടിയവനാ പക്ഷെ ഭർത്താവായിട്ടില്ല. പകല് മുഴുവൻ പൂരപ്പാട്ടും രാത്രി മുഴുവൻ പുന്നാരി. അങ്ങനെയുള്ള കെട്ടിയവന്മാരെ കണ്ടിട്ടുണ്ട്. പകൽ മുഴുവൻ കുറ്റവാ, നിന്റെ നൈറ്റിക്ക് നാറ്റം, നിന്റെ ദേഹത്ത് നീറ്റൽ, നിന്റെ കെട്ടിയവൻ ഓക്കൻ, നിന്റെ ആങ്ങള പ്രാന്തൻ, നിന്റെ അമ്മ പിച്ചി, നിന്റെ അനിയത്തി കള്ളി, എല്ലാ കുറ്റവാ പകല് മുഴുവൻ. രാത്രി 10:30 പൊന്നെ പാല് തേനെ ഭയമ്പ കൂടെ കിടക്കാൻ കൂടെ പാടി. ഈ ടൈപ്പ് ആണുങ്ങളാണ്. കെട്ടിയവനാ പക്ഷേ ഭർത്താവായിട്ടില്ല. വെറും ശരീരം മാത്രം മതി. ഒരു നല്ല ഭർത്താവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ വൈകാരികമായി ഉണർത്തി സ്വന്തം ശരീരം ഈ മനുഷ്യന് പൂർണ്ണമായിട്ട് കൊടുക്കണമെന്ന വിധത്തിൽ അഭിമാന ബോധത്തോടെ അർപ്പണം നടത്തുവാൻ തക്ക വിധത്തിൽ ഒരു സ്ത്രീയെ ഉണർത്തുന്നവനാണ് യഥാർത്ഥ ഭർത്താവ്. ചില പെണ്ണുങ്ങളുമുണ്ട്, കെട്ടിയവളാ ഭാര്യയായിട്ടില്ല. എങ്ങനെയുള്ള പെണ്ണുങ്ങളാ? ഒരിക്കൽ കല്യാണം കഴിഞ്ഞാലും കന്യാവ്രതം പാലിക്കാനാണ് ഇഷ്ടം. എന്നും ഓരോരോ വ്യവസ്ഥ. തിങ്കളാഴ്ച സകല പുണ്യാളന്മാരുടെ ദിവസം, ചൊവ്വാഴ്ച അന്തോണിസ് പുണ്യാളുടെ ദിവസം, ബുധനാഴ്ച ഔസേ പുണ്യാളുടെ ദിവസം, വ്യാഴാഴ്ച യൂദാസദേവസിൻ്റെ ദിവസം, വെള്ളിയാഴ്ച ചള്ളു ദിവസം, ശനിയാഴ്ച കന്യാമറിയത്തിൻ്റെ ദിവസം, ഞായറാഴ്ച അവധി ദിവസം, പിന്നെ ഏത് ദിവസമാണ് കെട്ടിയവനുള്ള ദിവസം. ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട്. ചില സ്ത്രീകളുടെ ഓർമ്മ 10 or 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യാഭർത്തൃ ബന്ധം ഒന്നും പാടില്ലെന്നാ ഏകപക്ഷീയമായ തീരുമാനം. ഒരു സ്ത്രീ പറഞ്ഞാൽ എനിക്ക് 55 വയസ്സും കെട്ടിയവൻ 58 വയസ്സും, എൻ്റെ അച്ഛൻ 58 വയസ്സായെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു സമാധാനമില്ല അച്ഛാ, ഗുണാമണ ഇടപാടാച്ചാ. ചില സ്ത്രീകൾ ഇങ്ങനെ ദാമ്പത്യ ബന്ധത്തെ കണ്ടിരിക്കുന്നത്, ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ. ഒരു കാര്യം സത്യമാ, ശാരീരിക ലൈംഗിക വികാരം ആണുങ്ങൾക്ക് എത്ര വയസ്സ് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം 2004 ഈ ധ്യാനത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ശാരീരിക ലൈംഗിക ജടിക വികാരം ആണുങ്ങളെ സംബന്ധിച്ച് എത്ര വയസ്സ് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ മരിച്ചു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ കാണും. അതൊരിക്കലും മറന്നേക്കല്ലേ. അപ്പൊ കുടുംബജീവിതത്തിൽ ഈ ഒരു ബോധ്യവും കാഴ്ചപ്പാടും ഇല്ലെങ്കിൽ കുടുംബം തകരുമെന്നുള്ളതാണ്. അപ്പം ഭർത്താവിന്റെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം അത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് സൂക്ഷിക്കുക. ഭർത്താവിന്റെ സ്നേഹം, ഭാര്യയുടെ സ്നേഹം. 4, ആങ്ങളയുടെ സ്നേഹം, പെങ്ങളുടെ സ്നേഹം. എങ്ങനെയാണ് ഈ ആങ്ങള പെങ്ങന്മാർ സ്നേഹിക്കുക? ആങ്ങള പെങ്ങന്മാർ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിടുക്കൻ ആങ്ങളയാണോ കുഞ്ഞിപ്പെങ്ങൾക്ക് എന്നാ ആവശ്യമുണ്ടെങ്കിലും ആങ്ങള മേടിച്ചു കൊടുക്കും. മിടുക്കി പെങ്ങളാണോ ആങ്ങളയുടെ പോക്കറ്റ് എളുപ്പം കാലിയാക്കും. ഇതുപോലെ ആങ്ങള പെങ്ങന്മാരെ പോലെ സ്നേഹിക്കണം. ഒരു സ്ത്രീ ഒരു മടിയും കൂടാതെ സ്വന്തം ആഗ്രഹം കെട്ടിയവനോട് പറയണം. ഒരു കെട്ടിയവൻ ഒരു പരാതിയും കൂടാതെ ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. ഇതാണ് ആങ്ങളയുടെ സ്നേഹം, പെങ്ങളുടെ സ്നേഹം, ആങ്ങള പെങ്ങന്മാരുടെ സ്നേഹം. അതുകൊണ്ടാണ് മനഃശാസ്ത്രത്തിൽ പറയുക, ഒരു രാത്രി കൊണ്ട് നടന്നാലെത്തുന്ന ദൂരത്ത് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടരുത്. 2, ആണും പെണ്ണും തമ്മിൽ 6 മാസം മുതൽ 12 വയസ്സ് വരെ മൂപ്പ് വ്യത്യാസം ഉണ്ടാകണം എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു രാത്രിയിൽ നടന്നാലെത്തുന്ന ദൂരത്ത് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടരുത്. കാരണം ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെടാതെ എന്തോ സംഭവിച്ചു. 1 പറഞ്ഞു 2 പറഞ്ഞു, ടോർച്ചും തെളിച്ചാലേ ചൂട്ടുകാറ്റയും മിനിച്ചുകൊണ്ട് അവൾ ഒറ്റ നടപ്പ്, വെട്ടം വീഴുമ്പോൾ അപ്പന് മുമ്പിൽ ഹാജരാകും പ്രസൻസ് ആൾ എന്നും പറഞ്ഞ്. അതുകൊണ്ട് ഒരു രാത്രി നടന്നാലെത്തുന്ന ദൂരത്ത് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിടരുത്. 2ാമത് പറയുന്നത്, ആണും പെണ്ണും തമ്മിൽ 6 മാസം മുതൽ 12 വയസ്സ് വരെ മൂപ്പ് വ്യത്യാസം ഉണ്ടായിരിക്കണമെന്നാണ്. എന്തുകൊണ്ടാ? ഒരു ഉദാഹരണത്തിന് ഒരു 20 വയസ്സിന് മൂത്തതാ കെട്ടിയവനെന്ന് പറയുമ്പോൾ കന്നാ തോന്നും, വല്യപ്പനെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു, കാഴ്ചയെണ്ണ കുഴമ്പ് ചൂടുവെള്ളം ഉണ്ടോ, തപ്പി പോകാൻ തുടങ്ങും. ഇവളേക്കാൾ 2 വയസ്സ് ഇളയതാണ് കെട്ടിയവെങ്കിലോ അവൾ ബാവോ കളിപ്പിക്കാനും പിള്ളകളി ആരംഭിക്കും. ഒപ്പത്തിനൊപ്പമാണോ എടാ വാടാ പൊടി വാടി കളി തമാശ. 6 മാസമെങ്കിലും മൂത്തതാണോ ഒരു മൂത്ത ആങ്ങളയ്ക്കുള്ള റെസ്പെക്റ്റ് ഒരു സ്ത്രീ ഭർത്താവിന് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആങ്ങള പെങ്ങന്മാരെ പോലെ സ്നേഹിക്കുക. ഒരു മടിയും കൂടാതെ സ്വന്തം ആഗ്രഹം മുഴുവൻ ഭർത്താവിനോട് പറയുക. ഒരു മടിയും കൂടാതെ ഭാര്യയുടെ ആഗ്രഹം മുഴുവൻ ഭർത്താവ് നിറവേറ്റി കൊടുക്കുക. ഇതാണ് ആങ്ങളയുടെ സ്നേഹം, പെങ്ങളുടെ സ്നേഹം. 5, മകൻ്റെയും മകളുടെയും സ്നേഹം. ഇടയ്ക്കിടയ്ക്ക് സമയം കണ്ടെത്തി തമ്മിൽ കൊഞ്ചാൻ സമയം കണ്ടെത്തണം. പിള്ളകളി നടത്തണം, കൊഞ്ചണം, വർത്തമാനം പറയണം. ഇതെല്ലാം ആവശ്യമാണ്. മകനും മകളും എങ്ങനെ അപ്പനമ്മമാരെ സ്നേഹിക്കുമോ അതുപോലെ ഒരു ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ കൊഞ്ചുക, വിളയുക, കളിതമാശ പറയുക.
അതുപോലെ സ്ത്രീ ഒരാങ്ങളയുടെ മുമ്പിൽ എന്നപോലെ അപ്പനോടും അമ്മയോടും എന്നപോലെ കളിതമാശ പറയുക, പിള്ളകളി ഇറക്കുക, ഇതൊക്കെ അനുവദനീയം. ഇത്രയും ഉണ്ടെങ്കിലേ തക്കതായ തുണയായിട്ട് മാറും. ഇതിലേതെങ്കിലും ഒന്നിന് കുറവ് വന്നോ മനസ്സകലാൻ തുടങ്ങും. സാവധാനം പുറത്തേക്കും ക്ലബിലേക്കും കൂട്ടുകെട്ടിലേക്കും ശ്രദ്ധിക്കാൻ തുടങ്ങും. കുടുംബജീവിതത്തിൽ അകൽച്ചകൾ വന്നുകൊണ്ടിരിക്കും. ഓരോന്നും മറയായിട്ട് എന്തിനെങ്കിലും പേര് പറഞ്ഞ് ഭർത്താവ് വീട്ടിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കും. എന്തെങ്കിലും പേര് പറഞ്ഞ് ഭാര്യ ബന്ധത്തിൽ നിന്നും പരമാവധി അകലാനായിട്ട് ശ്രമിക്കും. ഈ 5 തലങ്ങളിൽ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ തക്കതായ തുണയായി കഴിയുമ്പോൾ ഒരു അനുഗ്രഹത്തിന്റെ കൃപയുടെ അന്തരീക്ഷം കുടുംബത്തിൽ ജനിക്കും. അപ്പോൾ 1, അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം. 1-ാമത്തെ വിശദീകരണം ആപത്തിൽ ആലംബം. 2-ാമത്തെ വ്യാഖ്യാനം ജീവിതത്തിന്റെ ആധാരം. 3-ാമത്തെ നിർവചനം ചേർന്ന ഇണ. 4-ാമത്തെ ഉൾപ്പൊരുള് തക്കതായ തുണ. 5, ദമ്പതികൾ പരസ്പരം മ്യൂച്വലി ഡോക്ടേഴ്സ് ആകണമെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടർ ടു ഈച്ച് അതർ എന്നാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ പറയും വൈദ്യനാകുക. ഭർത്താവും ഭാര്യയും തമ്മിൽ വൈദ്യന്റെ റോള് കളിക്കണം. ആരാണ് വൈദ്യൻ? മുറിവുകളിൽ എണ്ണ പുരട്ടി സുഖപ്പെടുത്തുന്നവനാണ് വൈദ്യൻ. മരുന്ന് കൊടുത്ത് സൗഖ്യപ്പെടുത്തുന്നവനാണ് വൈദ്യൻ. ഇതുപോലെ ദമ്പതിമാര് പരസ്പരം ചെയ്യണമെന്നാണ്. ഭർത്താവിന്റെ മനപ്രയാസത്തിൽ ഭാര്യ സാന്ത്വനത്തിന്റെ തൈലം പുരട്ടണം. ഭാര്യയുടെ മുറിവിൽ ആശ്വാസത്തിന്റെ തൈലം പുരട്ടണം. കുടുംബജീവിതം ഓർക്കുക. 50 വയസ്സുള്ള കെട്ടിയവനെ നാട്ടുകാർ മൊത്തം കളിയാക്കി, കള്ളൻ, ദ്രോഹി, പാര. ഇത് കേട്ട കെട്ടിയവൻ മുറിക്കകത്ത് കയറി വിങ്ങിപ്പൊട്ടി ശ്വാസം മുട്ടി ഇങ്ങനെ ഇരിക്കുക. ഉടനെ ഭാര്യയ്ക്ക് പണ്ട് മുതലേ കെട്ടിയവനോട് ചൊരുക്ക, കല്യാണം കഴിച്ച നാൾ മുതൽ. അവൾ കയറി വന്നിട്ട് പറയേ, എന്നാത്തിനാ മനുഷ്യ കള്ളക്കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു? ആൾക്കാർ പാരയെന്ന് വിളിച്ചിട്ടാണ്. താൻ വെറും പാരയൊന്നുമല്ല, ഊരാ പാര. അനുഭവിക്കടോ അനുഭവിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൂടെ കയറിയിരിക്കുന്ന ഭാര്യ മുതുപിശാചാണ്, അവൾ രാക്ഷസിയാണ്. അവൾ വൈദ്യനാണെങ്കിൽ പറയും, ദേ ആരൊക്കെ നിങ്ങളെ അവഹേളിച്ചാലും ഈ സൂര്യന് കീഴെ സമസ്ത മനുഷ്യരും നിങ്ങൾ കുറ്റക്കാരനെന്ന് പറഞ്ഞ് ചൂണ്ടുവരല് നിങ്ങളുടെ നെഞ്ചിന് നേരെ ചൂണ്ടിയാലും നിങ്ങൾ എനിക്ക് വിശ്വാസമാണ്, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ പറയുന്ന ഭാര്യ അവൻ്റെ ജീവിതത്തിൽ വൈദ്യനാണ്. ഭാര്യയെ മക്കളും മരുമക്കളും നാത്തൂന്മാരും കുത്തുവാക്ക് പറഞ്ഞു. ഇവള് മനസ്സ് മുറിഞ്ഞ് പെരയ്ക്കകത്തിരുന്ന് കരയുക. കെട്ടിവനെ പണ്ടേ ചൊരുക്കുക. കയറി ചെന്നിട്ട് പറയും, എന്തിനാടി കള്ളക്കണ്ണീർ ഒലിപ്പിച്ച് മുതലക്കണ്ണീരും കാണിച്ചുകൊണ്ടിരിക്കുന്നു? കെട്ടിക്കോട് വന്ന നാൾ മുതൽ അമ്പലക്കാളയുടെ കൂട്ട് മൂക്കേറും പൊടിച്ച് നടന്നതല്ലേ? ദൈവം നീതിമാനാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അനുഭവിക്കടി അനുഭവിക്കുക. മുതുപിശാചാണ്, രാക്ഷസനാണ്. അവൻ യഥാർത്ഥ വൈദ്യനാണെ പറയും, എടി പൊട്ടി, കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന്. നീ ധൈര്യമായിട്ടിരിക്കും. 10 മക്കളുണ്ടെങ്കിലും ആരും നോക്കാതെ മരിച്ചവരുണ്ട്, ഒന്നുമില്ലാഞ്ഞിട്ടും തമ്പുരാൻ പോറ്റിയവരുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക. മക്കളോ പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മളോ വൃക്ഷം. പക്ഷിക്കുഞ്ഞിന് പപ്പും തൂവലും മുളയ്ക്കുമ്പോൾ പക്ഷി പറക്കും, വൃക്ഷം നിൽക്കും. നമ്മളോ തുറമുഖം, മക്കളോ കപ്പല്. കപ്പല് പോകും, തുറമുഖം നിൽക്കും. നിനക്ക് ഞാൻ, എനിക്ക് നീ, നമുക്ക് ദൈവം തുണ. ഈ ഒരു കാഴ്ചപ്പാടാണ് ജീവിതത്തിൽ നമ്മൾ പറയുക, പരസ്പരം വൈദ്യനായിരിക്കുക. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു, ഒറ്റപുത്രന്മാരുള്ളവരെ അച്ഛനാകാൻ വിടിയായിരുന്നു. ഇന്ന് ഒറ്റപുത്രന്മാരൊക്കെ കൂട്ടയിടിയാണ് സെമിനാരികളിലേക്ക്. കാരണം കാരണന്മാർ തന്നെ പറയുന്നത്, എൻ്റെ അച്ഛ ഓരോന്നൊക്കെ കെട്ടി ഒരു പിശാചിനെ കൊണ്ടുവരുമ്പം അപ്പൻ്റെ അമ്മയുടെയും കാലെ പിടിച്ച് വലിക്കുക. അതിനേക്കാൾ ഭേദമല്ല, അച്ഛനാകാൻ പോയാൽ പ്രാർത്ഥിക്കാനെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറയാം. ഇപ്പം 10 ഉണ്ടെങ്കിലും ആരും നോക്കണമെന്നില്ല, ആരുമില്ലെങ്കിലും തമ്പുരാൻ പോറ്റുന്നവരുമുണ്ട്. ഉറപ്പ്. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ബന്ധങ്ങളിൽ, ഇടപെടലുകളിൽ പരസ്പരം വൈദ്യരായിരുന്നു. അതോ കുത്തുവാക്ക് പറഞ്ഞ് വീണ്ടും വീണ്ടും നൊമ്പരപ്പെടുത്തി മുറിപ്പെടുത്തിയവരാണോ? തിരുത്താൻ ദൈവം വിളിക്കുന്നു. അസ്ഥിയുടെ അസ്ഥി മാംസത്തിന്റെ മാംസം, പരസ്പരം വൈദ്യരായിരിക്കുക. 6, ദമ്പതികൾ പരസ്പരം വൈദികരാണ്. ദമ്പതികൾ പരസ്പരം വൈദികരായിരിക്കണം. ആരാണ് വൈദികൻ? ഞാനും സക്കറിയാസച്ചനും സജീഷ്, ഞങ്ങളെല്ലാം അച്ഛന്മാരാണ്. ഞങ്ങൾ കുർബാന അർപ്പിക്കുന്നു ബലിപീഠത്തിൽ. അപ്പവും വീഞ്ഞുപെടുത്തി ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറയുന്നു. ഈ വൈദിക ധർമ്മം കുടുംബത്തിൽ അനുഷ്ഠിക്കുന്നവരാണ് നിങ്ങൾ. ഉള്ളിൽ കളങ്കമില്ലാതെ ഒരു പുരുഷൻ സ്വശരീരത്തെ ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ, ഒരു ഭാര്യ ഉള്ളിൽ വഞ്ചനയില്ലാതെ സ്വന്തം ശരീരത്തെ ഭർത്താവിന് സമർപ്പിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവാക്യമാണ്, നിനക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം, നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട ശരീരം. നിങ്ങൾ വൈദികരാണ്. വൈദികരായ ഞങ്ങൾ ഈശോമിശിഹായുടെ ശുശ്രൂഷാ പൗരോഹിത്യത്തിൽ ഭാഗവാക്കാകുന്നത് കൊണ്ട് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. സഭയിൽ നിങ്ങളോ മാമോദീസായുടെയും വിഭാഗത്തിലൂടെയും ഈശോമിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിലാണ് പങ്കുപറ്റുക. അതുകൊണ്ട് സഭയിൽ മറ്റൊരാളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ അധികാരം നിങ്ങൾക്കില്ല, അത് വൈദികർക്കേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു അധികാരമുണ്ട്. ഭാര്യയുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഭർത്താവിന്, ഭർത്താവിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഭാര്യയ്ക്ക്, മക്കളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾക്ക്.
കാരണം നിങ്ങൾ ഈശോമിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്നത് കൊണ്ട് പ്രാർത്ഥിക്കാൻ അവകാശവും അധികാരമുണ്ട് മക്കളുടെ മേലും ജീവിത പങ്കാളിയുടെ മേലും. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന് ഭാര്യയെ അരികിൽ പിടിച്ചു നിർത്തി ഭാര്യയുടെ വലതുകരം ശിരസിൽ വെച്ച് പ്രാർത്ഥിപ്പിച്ചിട്ട് പോകാനുള്ള അവകാശമുണ്ട്. അടുക്കളയിൽ തീ കത്തിക്കുന്നതിന് മുമ്പ് ഭർത്താവിനെ അരികിൽ പിടിച്ചിട്ട് അവൻ്റെ വലതുകരം ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഒരിക്കലും കരയരുത്. മക്കൾ വഴിതെറ്റിപ്പോയാലും ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറിയാലും ഭർത്താവും ഭാര്യയും കൂടെ മക്കൾ ഉറങ്ങിക്കിടക്കുമ്പം കട്ടിലിൻ്റെ അരികിൽ ചെന്ന് മുട്ടുകുത്തിയിട്ട് 2 കരങ്ങളും ചോർത്ത് പിടിച്ചിട്ട് ഓരോ കരം കുഞ്ഞുങ്ങളുടെ മേൽ നീട്ടിപ്പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ കുരിശ് വരച്ച് യാത്രയാകണം. നിങ്ങളുടെ മക്കൾ ഉറങ്ങിക്കഴിയുമ്പോൾ 2 പേരും ഒരുമിച്ച് ചെന്ന് ആ മക്കളുടെ നെറ്റിയിൽ കുരിശ് വരയ്ക്കണം. പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിടണം. യാത്രാവേളകളിൽ അനുഗ്രഹത്തിൻ്റെ ആശീർവാദത്തിൻ്റെ കൃപയുടെ ചാലുകൾ മക്കൾക്ക് വേണ്ടി തുറക്കണം. കാരണം നിങ്ങൾ പുരോഹിതരാണ്, നിങ്ങൾ വൈദികരാണ്. അച്ഛൻ കുർബാനയെ കൊടുക്കുന്ന ആശീർവാദത്തിൻ്റെ അതേ അധികാരം നിങ്ങളുടെ മക്കളുടെ മേലും ജീവിത പങ്കാളിയുടെ മേലും കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ദമ്പതികൾ വൈദികരാണ്. 7 ദമ്പതികൾ പരസ്പരം പ്രവാചകരാണ്. പ്രോഫറ്റ് ടു ഈച്ച് അതർ. ദമ്പതികൾ പരസ്പരം പ്രവാചകരാണ്. എന്താണ് ബൈബിളിലെ പ്രവചനം? നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് വിളിച്ചു പറയുന്നതല്ല ബൈബിളിലെ പ്രവചനം. പിന്നെയോ പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയുന്നതാണ് ബൈബിളിലെ പ്രവചനം. തിരുത്തേണ്ട കാര്യം തിരുത്തേണ്ടതുപോലെ തിരുത്തേണ്ടവരെ തിരുത്തേണ്ട സമയത്ത് തിരുത്തുന്നതാണ് ബൈബിളിലെ പ്രവചനം. ഉദാഹരണത്തിന് 45 വയസ്സുള്ള ഭർത്താവും 40 വയസ്സുള്ള ഭാര്യയും കൂടെ ജീവിക്കുന്ന വീട്ടിൽ 80 വയസ്സുള്ള അമ്മായിയപ്പനും 78 വയസ്സുള്ള അമ്മായിയമ്മയാണ്. ഈ ഭർത്താവിൻ്റെ അപ്പൻ ഒരു ദിവസം മോനെ വിളിച്ച് പറയുക, പൊന്നു മോനെ, കുഴമ്പ്, മരുന്ന്, ചൂടുവെള്ളം, തുണിയലക്ക്, ഗുളിക, ഭക്ഷണം, ഈ കാര്യത്തിലൊന്നും നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും പഴയതുപോലെ ശ്രദ്ധയില്ലല്ലോ. കുറെ കൂടെയൊക്കെ ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉടനെ ഇവൻ അപ്പനെ നോക്കി പറയാം, പിന്നെ പുഴുക്ക്, അലക്ക്, തുണി, ഗുളിക, മരുന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഭാര്യയായി മക്കളായി 100 കൂട്ടം കാര്യമായി. ഉള്ള സൗകര്യം കൊണ്ട് മര്യാദയ്ക്ക് ഒതുങ്ങി കഴിയാമെങ്കിൽ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞോണം, അല്ലെ വേറെ വല്ല മക്കളെയും കൂടെ ഇറങ്ങിപ്പോകണം കേട്ടോ. ഇത് കേട്ടപാടെ അപ്പൻ്റെ മനസ്സിടറിയ കണ്ണ് നിറഞ്ഞു. നിറഞ്ഞ കണ്ണോടെ ഇടറിയ മനസ്സോടെ അപ്പൻ അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി. ഇവൻ്റെ ഭാര്യ ഇത് കേട്ടോണ്ട് നിൽക്കുക. കെട്ടിയവനെ വിളിച്ചിട്ട് പറയാം, മിടുക്കൻ, അല്ലെങ്കിൽ കിളവന് വന്ന കാലം മുതൽ ഒടുക്കത്തെ പരാതിയാണ്. എന്നാ പറഞ്ഞാലും തൃപ്തിയില്ല. എന്നാലും പറഞ്ഞല്ലോ, കുറെ കൂടെ പറയാമെന്ന് ഓർത്ത്, എന്നാലും ആട്ടെ ഇത്രയും പറഞ്ഞില്ലേ, പഞ്ചാര ഇട്ട് പാൽക്കാപ്പി തരാമെന്നും പറഞ്ഞ് ഇവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോയാൽ അവളാണ് മുതുപിശാച്. അങ്ങനെയുള്ള ഭാര്യയെ കിട്ടിയ പുരുഷനാണ് ഹതഭാഗ്യനായ ഭർത്താവ്. അവൾ പ്രവാചകയാണെങ്കിൽ ഭർത്താവിനോട് പറയും, ദേ ജനിപ്പിച്ച് അപ്പനോട് പറയേണ്ട വാക്കല്ലത്. അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീര് വീണാൽ ആസിഡാ. അതിനകത്ത് പൊള്ളി നമ്മുടെയും കുഞ്ഞുങ്ങളുടെയും ഭാവി ഭസ്മമാകും. അപ്പനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നമുക്കുള്ള സുഖവും സൗകര്യവും മതി. അപ്പൻ എന്നാ വേണോ അത് കൊടുത്തിട്ട് മനുഷ്യ ബാക്കി സുഖസന്തോഷം നമുക്ക് മതി എന്നും പറഞ്ഞ് ഭർത്താവിനെ തിരുത്തുന്ന ഭാര്യയാണ് പ്രവാചക. അങ്ങനെയുള്ള സ്ത്രീയെ കിടുന്നവനാണ് അനുഗ്രഹീതനായ ഭർത്താവ്. ഭർത്താവിൻ്റെ അമ്മ മരുമകളോട് പറയുക, എൻ്റെ പൊന്നുമോളെ, എല്ലാ ദിവസവും ചൂടുകഞ്ഞി, പയറുതോരൻ, തേങ്ങാച്ചമ്മന്തി കഴിച്ച് അമ്മയുടെ നാക്കിലെയും അണ്ണാക്കിലെയും തൊലി മൊത്തം പോകാൻ തുടങ്ങി. അതുകൊണ്ട് പൊന്നുമോൾ നാളെ രാവിലെ മുതൽ അടുപ്പിൻ്റെ മുകളിൽ ചീനിച്ചട്ടി വെച്ചിട്ട് ചട്ടിയുടെ മൂട് കരിഞ്ഞ് പടുത്ത് ചൂടായി കഴിയുമ്പം വാഴയിലയിൽ ഗോതമ്പ് പൊടി, ശർക്കര, തേങ്ങ സമാസമം പരത്തിയിട്ട് നല്ല ഉണക്കയുടെ ഉണ്ടാക്കി വടി പോലെ കഴിച്ച് അമ്മയ്ക്ക് തരാമെങ്കിൽ അമ്മയൊന്ന് കടിച്ചോളാം. ഇത് കേട്ടപാടെ മരുമകൾ സാരി പൊക്കിക്കുത്തി ബ്ലൗസിൻ്റെ കൈ തെറുത്ത് കയറ്റി ഓട്ടം തുള്ളുകാരെ അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറയുക, കിളവിയുടെ 78-ാം വയസ്സിൽ ഒടുക്കത്തെ വ്യാക്കൂണ്, അണ്ണാക്കിൽ അടകുത്തി കയറ്റാതെ കുഴപ്പമുള്ളൂ, അടാ വടി ഞൊണയാൻ വേണ്ടി ഇരിക്കുക, എനിക്ക് എന്നെ 4 കൈയും 4 കാലും ഉണ്ടോ, അട തിന്നാനുള്ള കിളവിയുടെ ഒരു ഗതി, തുള്ളിച്ചാടി പോവുക. ഉടനെ കെട്ടിയവൻ അവിടെ വിളിച്ചിട്ട് പറയാം, മിടുക്കി, പണ്ട് തൊട്ടേ ഞാൻ തള്ളയോട് പറയണമെന്ന് കരുതി, അമ്മയല്ലേ പറയാൻ പറ്റുമോ, എന്നാലും കിട്ടിയ അവസരം ഉപയോഗിച്ചല്ലോ, ഇനിയും കിട്ടുമ്പോൾ പറഞ്ഞോ കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങനെ ഇത് കെട്ടിയവനാണ് ഇന്ന് വരിയിൽ അവനാണ് ഓക്കന്റെ മനുഷ്യാവതാരം. അവനാണാണോ എന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ അടിമുടി ഒന്നുകൂടെ പരിശോധിക്കുക. അവൻ യഥാർത്ഥ പുരുഷനാണെന്ന് വരിയിൽ അവളെ വരച്ചവരെ മുട്ടുകുത്തിച്ചിട്ട് പറയടി, എന്റെ അമ്മയ്ക്ക് അട കൊടുക്കാൻ പറ്റില്ല, മുതുപിശാച് അർണകുരിയുടെ അടി എന്ന് പറഞ്ഞ് ഭാര്യയെ കൊണ്ട് ചെയ്യിക്കാത്തവനാണല്ല. തിരുത്തേണ്ട കാര്യം തിരുത്തേണ്ടതുപോലെ ഭാര്യയെ തിരുത്തണം, തിരുത്തേണ്ട കാര്യം തിരുത്തേണ്ടതുപോലെ ഭർത്താവിനെ തിരുത്തണം. ഇതാണ് പരസ്പരം പ്രവാചകരാവുക. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് പറയുക, അസ്ഥിയുടെ അസ്ഥി, മാംസത്തിന്റെ മാംസം. അപ്പൊ ദാമ്പത്യ ബന്ധത്തെ വിശദീകരിക്കുവാനും വിശേഷമായ വിധത്തിൽ വഹിക്കുവാനും ജീവിതത്തിൽ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായിട്ട് ജീവിതത്തിന്റെ വഴികളെ ക്രമീകരിക്കുവാനും ദൈവം വിളിക്കുന്നു. ഈ ചിന്തകളെ മനസ്സിൽ സൂക്ഷിക്കുക.